പ്രശ്നമില്ല. സാറേ വായിച്ചില്ല, ബുക്ക് വായിച്ചിട്ടുണ്ട്, വായിച്ചിട്ടില്ല. ഓക്കെ ദാറ്റ്സ് ഫൈൻ. അല്ല, നമ്മളിപ്പോ ഒരു ബുക്ക് റിവ്യൂ ഒക്കെ നടത്തുമ്പോ വായിച്ച എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ വലിയ ഡീറ്റെയിൽ റിവ്യൂ കൊടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ഓക്കെ ഫൈൻ. ഇത് സാറ് ഓൾറെഡി സൂചിപ്പിച്ചു, റോബിൻ ശർമ്മയുടെ പുസ്തകമാണ്. അത് നമുക്കറിയാം, ഒരു വളരെ ഏറ്റവും കൂടുതൽ റോബിൻ ശർമ്മ എന്ന് പറഞ്ഞ വ്യക്തിനെ റോബിൻ ശർമ്മ ആക്കിയ പുസ്തകം ദ മോൻ ഹൂ സോൾഡ് ഹിസ് ഫെറാറിയാണ്. ലോകം മുഴുവൻ അദ്ദേഹത്തെ അറിഞ്ഞതും ഇപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്നതും ഈ ഒരു ബുക്കിന്റെ പേരിലാണ്. ഇതിന്റെ പല സീരീസുകൾ പുള്ളി ചെയ്തു, പല ലീഡർഷിപ്പ് വിസ്ഡം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ പല പാർട്സും ചെയ്തു. ഇതിന്റെ ഏറ്റവും ബേസ് പാർട്ടാണ് നമ്മളിപ്പം ചെയ്യുന്നത്, ഫസ്റ്റ് എഡിഷൻ ഓഫ് ബുക്ക്. അപ്പം ഇത് ഒരു ജേണിയാണ്, ഒരു ജേണി. ജൂലിയൻ മാൻഡൽ എന്ന് പറഞ്ഞ ഒരാളുടെ, ഒരു അഡ്വക്കേറ്റിന്റെ ജേണിയാണ്. അപ്പൊ ഞാൻ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഞാൻ ആ പുസ്തകത്തെ ഫുള്ളായിട്ട് എടുക്കാതെ, അതിന്റെ കഥയുണ്ട്, അത് ഞാൻ എന്തായാലും പറയാം. അതിനേക്കാൾ ഉപരി അതിന്റെ എസെൻസ്, അതായത് ഏറ്റവും ആ ബുക്കിന്റെ എസെൻസ് എന്താണെന്നുള്ള ആ ഒരു പോയിന്റ്സ് ആണ് ഇന്നത്തെ ഒരു സെഷനിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. സാർ എന്നെ ഒന്ന് കോഹോസ്റ്റ് ആവോ? സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ആക്കിയോ? താങ്ക് യു. മീറ്റിംഗില് ഇതാണ് ആ പുസ്തകത്തിന്റെ ഒരു ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾക്ക് ഓക്കെ. സോ ഇതാണ് ബുക്കിന്റെ ഫ്രണ്ട് കവർ എന്ന് പറയുന്ന ഒരു സംഭവം, ദ മോൻ ഹൂ സോൾഡ് ഹിസ് ഫെറാറി. ഇതില് ജൂലിയൻ മാൻഡിൽ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് ആണ്. നമ്മളെല്ലാവരെയും പോലെ തന്നെ വളരെ ജീവിതത്തിൽ ഭയങ്കര സക്സസ് ആവണമെന്ന് ആഗ്രഹിച്ച് ജീവിതത്തില് അഡ്വക്കേറ്റ് ജോലി അതിന്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു മനുഷ്യൻ. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ഹയസ്റ്റ് പെയ്ഡ് ലോയറാണ്. അപ്പൊ ഇങ്ങനെ ലോയർ ആയിരിക്കുന്ന സമയത്ത് നിറയെ പൈസയുണ്ട്, ഫുൾ ക്ലയൻസ്, കസ്റ്റമേഴ്സ്, ഭയങ്കര തിരക്കുള്ള ഒരു മനുഷ്യൻ. ഈ മനുഷ്യൻ കുറച്ചു കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഒരു ദിവസം ഇദ്ദേഹം കോടതിയിൽ വാദിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം കുഴഞ്ഞു വീഴാണ്. കുഴഞ്ഞു വീണ് ഹാർട്ട് അറ്റാക്ക്, നിയർ ഡെത്ത് പോയിട്ട് അദ്ദേഹം തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്ന സമയത്താണ് പുള്ളിക്ക് ജീവിതത്തെ പറ്റിയുള്ള ഒരു എന്താ പറയാ, നശ്വരത അദ്ദേഹത്തിന് മനസ്സിലാവണം. ഞാൻ എത്ര സാമ്പത്തികമുള്ള ആളാണെങ്കിലും, എത്ര കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും മരണം വന്ന് വിളിച്ചാൽ ഇവിടെ നിന്ന് പോകണം എന്നുള്ള വലിയൊരു സത്യം അയാൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ ഓരോന്ന് വിൽക്കാൻ തുടങ്ങി, ഇൻക്ലൂഡിങ് ഫെറാറി ഒക്കെ വിൽക്കുന്നത്. അതുകൊണ്ടാണ് മോൻ ഹൂ സോൾഡ് ഹിസ് ഫെറാറി എന്ന് പറയുന്നത്. അങ്ങനെ ആ പൈസയും കൊണ്ട് ആള് ഇന്ത്യയിൽ വരാണ്, ഹിമാലയത്തിൽ വരുന്നു, അവിടെ സന്യാസിയായിട്ട് ജീവിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ നിർവാണയില് അദ്ദേഹം എത്തിച്ചേരുകയാണ്. ആ നിർവാണയില് സ്വാമി രാമനെ അദ്ദേഹം മീറ്റ് ചെയ്യാണ്. സ്വാമി രാമനെ മീറ്റ് ചെയ്തിട്ട് അവിടെ ഒരു അന്തേവാസിയായിട്ട് അദ്ദേഹം ജീവിക്കുകയാണ്. ജീവിച്ചു കഴിഞ്ഞ് ഈ ജീവിതത്തിന്റെ അർത്ഥത്തെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് സ്വാമി ഇവനോടൊരു കഥ പറയുന്നുണ്ട്. ആ കഥയാണ് ഈ ബുക്കിന്റെ മെയിൻ എസെൻസ് എന്ന് പറയുന്നത്. ആ ഒരു കഥയാണ്. സ്വാമി ഇവനോട് പറയുന്ന ഒരു കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു നല്ലൊരു പൂന്തോട്ടം, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അതിനെ ഗേറ്റ് ഒക്കെ വെച്ച് സംരക്ഷിച്ചിട്ടുള്ള ഒരു മനോഹരമായ ഒരു പൂന്തോട്ടം, നിറയെ പൂക്കളുള്ള, നിറയെ ഭംഗിയുള്ള സംഭവങ്ങളൊക്കെ ഉള്ള ഒരു പൂന്തോട്ടം. ആ പൂന്തോട്ടം ഇങ്ങനെ ഗേറ്റ് ഒക്കെ വെച്ച് അടച്ചിട്ടുണ്ട്. ആ പൂന്തോട്ടത്തിന്റെ സൈഡിലായിട്ട് ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. ലൈറ്റ് ഹൗസ് എന്തിനാണെന്ന് അറിയാലോ അല്ലെ? ലൈറ്റ് ഹൗസ് എന്തിനാണ്? ഈ ഷിപ്പുകളൊക്കെ വരുമ്പോ കര എവിടെയാണെന്ന് കൃത്യമായിട്ട് കാണാനും, അവര് ഈ കരയിലേക്ക് വന്ന ഷിപ്പുകളൊന്നും ഇടിക്കാതിരിക്കാനും, അതല്ലെങ്കിൽ കര നോക്കി അവർക്ക് പോവാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ലൈറ്റ് ഹൗസ് വെച്ചിരിക്കുന്നത്. അങ്ങനെ വളരെ മനോഹരമായ ഒരു ലൈറ്റ് ഹൗസ് ഉള്ള വളരെ മനോഹരമായ ഒരു പൂന്തോട്ടത്തിലേക്ക് ഒരു ദിവസം ആ പൂന്തോട്ടം മുഴുവൻ ഇടിച്ച് പറിച്ച് ഒരു ജാപ്പാനീസ് സുമോ ഗുസ്തിക്കാരൻ കടന്നു വരികയാണ്. ഏകദേശം 600 പൗണ്ടോളം ഭാരമുള്ള, അരയിൽ ഒരു, ആകെ ഫുൾ വിവസ്ത്രനാണ്, ആകെ അരയിലുള്ളത് ഒരു പച്ച കളറിലുള്ള ഒരു ടൈ മാത്രം കെട്ടി
അയാൾ ആ പൂന്തോട്ടത്തിലേക്ക് ഇടിച്ചു കയറി വരാം. ആ പൂന്തോട്ടത്തിലുള്ള സകലമാന ചെടികളൊക്കെ ചവിട്ടി മെതിച്ചാണ് ഗേറ്റ് തകർത്തിട്ടാണ് അദ്ദേഹം കടന്നു വരുന്നത്. പെട്ടെന്ന് ഇദ്ദേഹം വന്ന് കുറച്ചു കഴിഞ്ഞ സമയത്ത് ഇദ്ദേഹം നിലംപതിക്കുകയാണ്. ഏകദേശം ഒരു മരണത്തോട് അടുക്കുന്ന രീതിയിൽ, ആ മരണത്തിന്റെ ഏറ്റവും അടുത്ത രീതിയിലേക്ക് ഇദ്ദേഹം നിലംപതിച്ച് സുമുഖസ്ഥികാരം വീഴാണ്. മരിച്ചു എന്നേ വരുന്ന അവസരത്തില് കുറച്ച് യെല്ലോ റോസാപ്പൂക്കൾ അദ്ദേഹത്തെ അവിടെ കിടക്കുന്ന റോസാപ്പൂക്കൾ ഇദ്ദേഹം മണമടിക്കുകയാണ്. ആ മണം കിട്ടുന്ന സമയത്ത് അവിടെ ഒരു ഘടികാരം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ഇദ്ദേഹത്തിന് മണം കിട്ടുകയും പെട്ടെന്ന് ജീവൻ വെച്ചിട്ട് ഇദ്ദേഹം ഈ ഒരു ഡയമണ്ട് പാതയിൽ മുഴുവൻ ഡയമണ്ട് ധരിച്ച വഴിയിലൂടെ കടന്നു പോവുകയും ചെയ്യും. ഈ കഥയാണ് രാമൻ ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് ജൂലിയൻ മാൻഡേറ്റിനോട് പറയുന്നത്. ഈ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഈ കഥയില് വലിയൊരു ആന്തരാർത്ഥം ഒളിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും കത്തിയോ ഈ കഥയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്? വായിച്ച ബൈജു സാറിന് അറിയായിരിക്കും. വേറെ ആർക്കെങ്കിലും ഈ കഥ, നമ്മൾ ഇങ്ങനെ ഒരു സാധാ കഥ കേട്ട് കഴിഞ്ഞാല് എന്താ തോന്നുക? ഈ കഥയിലെ വല്ല അർത്ഥവും മനസ്സിലായോ? അതൊന്നും മിണ്ടുന്നില്ലല്ലോ. ഉണ്ടെന്നോ ഇല്ലാന്നൊക്കെ പറയാം. ഓക്കെ, എനിവേ മനസ്സിലായില്ല. ഓക്കെ, അപ്പോ ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോ ഓക്കെ റോഷൽ, ഈ കഥ കേട്ടപ്പോ ജൂലിയൻ മാൻഡേറ്റിനും ഒരു കുന്തവും മനസ്സിലായില്ല. അദ്ദേഹം രാമനോട്, സന്യാസിയോട് ചോദിച്ചു, എനിക്കൊന്നും മനസ്സിലായില്ല, എന്താണ് ഈ കഥയുടെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഈ കഥ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കണേന്ന്. അതിന് ഈ സന്യാസി കൊടുക്കുന്ന ഒരു ഉത്തരമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അതാണ് ഈ ബുക്കിന്റെ ഏറ്റവും വലിയ എസെൻസ് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യത്തെ ഒരു പോർഷൻ കാണാം. അദ്ദേഹം ആദ്യം പറഞ്ഞത് ഒരു ഗാർഡനെ കുറിച്ചാണ്. ഒരു എന്താ പറയാ, മനോഹരമായ ഒരു പൂന്തോട്ടം. ഈ മനോഹരമായ ഈ പൂന്തോട്ടം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മനസ്സ് തന്നെയാണ്. നമ്മുടെ മനസ്സിനെയാണ് പൂന്തോട്ടത്തോട് ഉപമിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സ്ഥിരമായിട്ട് മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നവർക്ക് അറിയാൻ പറ്റും, മനസ്സിൽ നമ്മൾ വിതയ്ക്കുന്നതാണ് നല്ല രീതിയിൽ ഫലം പുറപ്പെടുവിക്കുന്നത്. ഇപ്പം ഒരു പൂന്തോട്ടത്തോടെ നമ്മുടെ മനസ്സിനെ ഉപമിക്കുകയാണെങ്കിൽ, ഏറ്റവും വളക്കൂറുള്ള, ഏറ്റവും നല്ല മണ്ണുള്ള ഒരു കൃഷിഭൂമിയാണ് നമ്മുടെ മനസ്സ്. ഈ മനസ്സിനെ നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊക്കെ പൂന്തോട്ടമുണ്ട്. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് അറിയായിരിക്കും. ഒരു പൂന്തോട്ടം നമ്മൾ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ, ഒരു പൂന്തോട്ടം ഉണ്ടായാൽ നമ്മൾ ഒരു പണിയെടുക്കാതെ അവിടെ വളരുന്നത് എന്തായിരിക്കും? നമ്മൾ ഒരു ജോലി എടുക്കണ്ട, നിറയെ ഉണ്ടാവും. എന്തായിരിക്കും അത്? കളകളായിരിക്കും അവിടെ വരുന്നത്. ഒരു പൂ ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്തോരം എഫേർട്ട് എടുക്കണം. നമ്മൾ അതിനെ കളയ്ക്കണം, ചെടി നടണം, വളം വെച്ചു കൊടുക്കണം, എന്താ പറയാ, കൃത്യമായിട്ട് പരിപാലിക്കണം. അതിനുശേഷം പ്രാണികൾ വരാതെ അതിന് മരുന്നടിക്കണം. അത്രയും കഷ്ടപ്പെട്ടിട്ടൊരു പൂവ് ഉണ്ടാവുന്നത്. പക്ഷെ ഒരു പണിയെടുക്കാതെ വളരുന്ന ഒരു സാധനമാണ് കളകൾ. നമ്മുടെ മനസ്സ് ഇതുപോലെയാണെന്ന് പറയാം. നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇങ്ങനെ വളരുന്നത്. അവിടെ നല്ല വിത്ത് നട്ടാൽ മാത്രം നല്ല ഫലങ്ങൾ ഉണ്ടാവുള്ളൂ. ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു എക്സാമ്പിൾ ഉണ്ട്. നിങ്ങൾ കയ്യില് ഒരു എന്താ പറയാ, നിങ്ങളുടെ കയ്യില് ഒരു മാമ്പഴത്തിന്റെ മാങ്ങണ്ടിയും, അതായത് ഒരു മാങ്ങയുടെ വിത്തും, ഒരു വിഷച്ചെടിയുടെ, ഇപ്പൊ കാഞ്ഞിരൊക്കെയാണ് ഇവിടെ പറയാ, വിഷച്ചെടിയുടെ വിത്തുണ്ടെന്ന് വിചാരിച്ചു. നിങ്ങളുടെ വീടിന്റെ മുറ്റത്തുള്ള പൂന്തോട്ടത്തിലേക്ക് നിങ്ങൾ ഇത് രണ്ടും കുഴിച്ചിട്ടെന്ന് വിചാരിക്കും. വെള്ളമൊഴിച്ച് കൃത്യമായ സാഹചര്യം വന്ന മാങ്ങണ്ടിയിൽ നിന്നൊരു മാവിന്റെ തൈ വരികയും അത് വളരുകയും വലുതാവുകയും അതിൽ നിന്ന് നല്ല മനോഹരമായ മാമ്പഴം നമുക്ക് കിട്ടുകയും ചെയ്യും. ഈ വിഷച്ചെടിയായ കാഞ്ഞിരത്തിന്റെ അത് മുളയ്ക്കും, വളരും. അത് കഴിച്ച ആളുകള് മരിച്ചു പോകും. നമുക്കറിയാം, എത്രയോ പല ആളുകൾക്ക് പട്ടീനെ കൊല്ലാൻ വേണ്ടിയിട്ടൊക്കെ കാഞ്ഞിരത്തിന്റെ വേരൊക്കെ കൂടിയിട്ട് ഇറച്ചിലേക്ക് കൂടി തിളപ്പിച്ചു കൊടുക്കും. അപ്പോ ആളുകളെ കൊല്ലാൻ കഴിവുള്ള വിഷമായിട്ട് മാറുകയും ചെയ്യും. ഒരേ മണ്ണ്, ഒരേ സാഹചര്യം, പക്ഷെ വിത്തുകൾ വ്യത്യസ്തമാണ്. അപ്പോ ഇവിടെ നമ്മുടെ മനസ്സിന്റെ കാവൽക്കാരാണ് നമ്മൾ. ഈ മനസ്സിൽ നിങ്ങൾ എന്ത് വിതച്ചാലും അത് മുളയ്ക്കും, വളരും, വലുതാവും. അവിടെ എന്ത് വിതയ്ക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. ഇവിടെ മാമ്പഴത്തിന്റെയും കാഞ്ഞിരത്തിന്റെയും കേസിൽ സാഹചര്യങ്ങളും കാര്യങ്ങളും എല്ലാം സെയിം ആണ്. എന്താണ് ഡിഫറൻസ് ഉള്ളത്?
വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഈ രണ്ട് വിഷച്ചെടിയും മാമ്പഴം മധുര മാമ്പഴമായിട്ട് മാറുന്നത് എന്താണ്? എന്താണ് അതിനകത്ത് വ്യത്യാസമുള്ളത്? അതിലെ ഇൻപുട്ട് അല്ലേ വിതയ്ക്കുന്നത്? അതിന്റെ വിത്തുകളാണ്. സത്യം സാർ പറഞ്ഞ ഇൻപുട്ട് എന്ന് വെച്ചാൽ വിത്തുകളാണ്. നിങ്ങളൊന്ന് ആലോചിക്കും, മനസ്സിന്റെ കാര്യം ആലോചിച്ചു കഴിഞ്ഞാല് നമുക്കറിയാം ഈ വിത്തുകൾ എന്ന് പറയുന്നത് എന്താണ്? മനസ്സിന്റെ വിത്തുകൾ ഏതായിരിക്കും? മനസ്സിലിടുന്ന വിത്തുകൾ ഏതാണ്? ചിന്തകൾ. വെരി ഗുഡ്, വെരി ഗുഡ്. ചിന്തകളാണ്. അപ്പോ ഈ മനസ്സില് നല്ല ചിന്തകൾ നമ്മൾ നട്ട നല്ല ഫലം ഉണ്ടാവും. ചീത്ത ചിന്ത നടന്നെങ്കിൽ ചീത്ത ഫലങ്ങൾ ഉണ്ടാവും. ഇന്ന് ആസ് എ ട്രെയിനർ എനിക്ക് ഏറ്റവും പ്രൗഡ് മൂമെന്റ് ആണ്. കാരണം ഇന്ന് കൊച്ചി നേവൽ ബേസിൽ ഏകദേശം ഒരു 33ഓളം സീനിയർ ടെക്നീഷ്യൻസിന്, ഏകദേശം ഒരു 50-55 ഏജിന് എബോവ് ആയിട്ടുള്ള സീനിയർ സൂപ്രണ്ട്, അതുപോലെ തന്നെ ഫോർമാൻ, ചാർജ് ആൻഡ് തുടങ്ങിയ വിഭാഗങ്ങൾ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എനിക്കൊരു ട്രെയിനിങ് സെഷൻ കൊടുക്കാൻ പറ്റിയെന്ന് മാത്രമല്ല, എനിക്ക് അതിന്റെ ഫോട്ടോസ് ഐ ക്യാൻ ഷെയർ ദാറ്റ്. ഏറ്റവും ബെസ്റ്റ് ഒരു ഫീഡ്ബാക്ക് അവർ തരുകയും ചെയ്തു. അടുത്തൊരു ക്ലാസ്സിന് സ്പോട്ടിൽ ബുക്കും ചെയ്തു. അവരുടെ അപ്രന്റീസ് കുട്ടികൾക്ക് ഒരു ക്ലാസ് കൊടുക്കണം എന്നുള്ള രീതിയിൽ. ഞാൻ പറയുകയാണെങ്കിൽ ഈ വിത്ത് ഞാൻ നട്ടത് ടോപ്പിക് എംബ്രേസ് ദ ചേഞ്ച് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് ആയിരുന്നു. അവര് തന്നൊരു ടോപ്പിക്കാണ്. അത് ഞാൻ ആറ്റോമിക് ഹാബിറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് കൊടുത്തത്. കുറച്ച് പിന്നെ നമ്മുടെ സ്ഥിരമായിട്ടുള്ള മോട്ടിവേഷൻസും കൂടി കൊടുത്തു. ഏറ്റവും വെച്ചാൽ ഈ വിത്ത് ഞാൻ നട്ടത് കൊറോണ സമയത്താണ്. ഒരു ട്രെയിനർ ആവണം എന്നുള്ള ആഗ്രഹം വരികയും ഞാൻ എന്റെ തോട്ടില് ഒരു വിത്ത് നടുകയും അതിന് ടോട്ട്സ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ വെള്ളം നനയ്ക്കുകയും അത് മുളയ്ക്കുകയും അതിന് പല സാഹചര്യങ്ങളിലൂടെ വളരുകയും ചെയ്തു. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ KTL ഓൺലൈൻ കോമ്പറ്റീഷൻസിലെ വിന്നറായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ സ്റ്റേജ് വാർ വന്നു കഴിഞ്ഞപ്പോൾ ഫൈനലിസ്റ്റ് വരെ ആയി. ഫൈനലിൽ നമ്മൾ ജയിച്ചില്ല. അതിനുശേഷം നമ്മുടെ സുധാ സാർ നടത്തിയ 5 സ്റ്റാർ ട്രെയിനേഴ്സിനകത്ത് 1 5 സ്റ്റാർ കാറ്റഗറിയിലേക്ക് 5 സ്റ്റാർ കാറ്റഗറിയിലുള്ള ഒരു ട്രെയിനറായിട്ട് നമ്മൾ സെലക്ട് ചെയ്തു. ഇന്ന് നേവൽ ബേസിൽ ട്രെയിനിങ് എടുക്കാനും പറ്റി. സോ ഒരു ട്രെയിനർ ആവണം എന്നുള്ള വിത്ത് ഞാൻ നട്ട് നനച്ച് തുടങ്ങിയതിന്റെ ഒരു ഫലമാണ്. ഞാൻ പറയുന്നത് ഞാൻ പോസിറ്റീവ് മാത്രം നട്ടുന്നല്ല, എൻ്റെ നെഗറ്റീവ് നട്ടതിന്റെ ഫലങ്ങൾ വേറെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ ഒരു പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഒരു ഗാർഡനെ കുറിച്ചൊരു സങ്കല്പം വരുമ്പോൾ, നമ്മൾ നടേണ്ട വിത്തുകളെ കൃത്യമായിട്ട് നോക്കുകയും നല്ല റോസാപ്പൂവും നല്ല മണമുള്ള മുല്ലപ്പൂവും അങ്ങനെ മറ്റുള്ളവർക്ക് സുഗന്ധം നൽകുന്ന, മറ്റുള്ളവരെ സഹായിക്കുന്ന വിത്തുകൾ, ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ നടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പൂന്തോട്ടം മനോഹരമാകും എന്നുള്ളതാണ്. ചീത്ത വിത്തുകളാണ്, അതായത് എന്നെ കൊണ്ട് കഴിയില്ല, അവരൊക്കെ നമ്മുടെ അസൂയ, വെറുപ്പ്, വിദ്വേഷം, അവർക്കൊക്കെ പറ്റുന്നുണ്ടല്ലോ, എനിക്ക് മാത്രം എന്തൊന്നും നടക്കാത്ത, ഇങ്ങനെയുള്ള ചിന്തകളിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഫലം നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പോ ഗാർഡൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. നമുക്കറിയാം, നമുക്ക് ജോർജ് ജോർജിന്റെ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാം. ജോർജ് ജോർജ് ഒക്കെ അങ്ങനെ ഒരു ഞാൻ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു ചിന്ത ഒരു ഫിലിം ആക്ടർ ആവണമെന്നായിരുന്നു. അപ്പൊ ആ ചിന്ത നടന്ന് 14 വർഷം വെള്ളം നനച്ചു. എനിക്കൊക്കെ ഒരു 4 വർഷം നനയ്ക്കേണ്ടി വന്നപ്പോഴേക്കും കുറച്ചെങ്കിലും റിസൾട്ട് വന്നു തുടങ്ങി. അദ്ദേഹമൊക്കെ 16 വർഷം നനച്ചു. ഇനിയിപ്പോ നമ്മളൊരു നല്ലൊരു ട്രെയിനർ ആവാൻ എത്ര വർഷം കൂടി നനയ്ക്കണം എന്ന് അറിഞ്ഞൂടാ. അപ്പൊ എങ്കിലും ഞാൻ പറഞ്ഞ ജോർജ് ജോർജ് ഒക്കെ ഒരു ഫിലിം ആക്ടർ ആവുകയും ജീവിതത്തിൽ ഒരുപാടൊക്കെ സക്സസ്ഫുൾ ആയിട്ട് മാറുകയും ചെയ്തു. അപ്പം ഞാൻ റോബിൻ ശർമ്മയുടെ തന്നെ പ്രശസ്തമായ ഒരു വരികൾ ഞാൻ ഇവിടെ കുറിക്കട്ടെ. ദ സീക്രട്ട് ഓഫ് ഹാപ്പിനെസ് ഈസ് സിമ്പിൾ. പോയിന്റ് ഔട്ട് വാട്ട് യു ട്രൂലി ലവ് ടു ഡു and then direct all your energy towards doing it. Once you do this, abundance flow into your life and all your desires are filled with ease and grace. എന്ന് വെച്ചാല് നിങ്ങളുടെ സീക്രട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാല് ഏറ്റവും വേണ്ടപ്പെട്ടത്, ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് കണ്ടെത്തുക, അതിലേക്ക് ഫോക്കസ് ചെയ്യുക. ആ ഫോക്കസ് ചെയ്യുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ ഫുൾ സ്ട്രെങ്തും കൊടുക്കുക. തീർച്ചയായിട്ടും അതിന്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇനി ഞാൻ അധികം സമയം എടുക്കുന്നില്ല, പെട്ടെന്ന് പോവാണ്. നെക്സ്റ്റ് പോയിന്റ്, രണ്ടാമത്തെ ഒരു ഘടകം ലൈറ്റ് ഹൗസ് ആണ്. ലൈറ്റ് ഹൗസ് എന്താണ് മീൻ ചെയ്യുന്നത്? ഇവിടെ തന്നെ എഴുതി ഞാൻ വെച്ചിട്ടുണ്ട്. ആരെങ്കിലും ഫോളോ യുവർ പർപ്പസ്. നമ്മുടെ ലൈഫിനൊക്കെ ഏറ്റവും കൂടുതൽ നമ്മളെ തകർത്തുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല് നമ്മുടെ ലൈഫിന് ഒരു പർപ്പസ് ഇല്ല എന്നുള്ളതാണ്.
നമ്മൾ ചില ആളുകളൊക്കെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പൊ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഓക്കെ, എന്തുകൊണ്ട് നിനക്ക് എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചപ്പോ ഞാൻ ചോദിച്ചു, ഓക്കെ, വാട്ട് ഈസ് യുവർ പർപ്പസ് യുവർ ലൈഫ്, ഓർ വാട്ട് ഈസ് യുവർ ഗോൾ? അപ്പൊ എന്നോട് പറഞ്ഞു, ഒരു ഗോളും ഇല്ല, ഒരു പർപ്പസും ഇല്ല. ഞാൻ പറഞ്ഞു, എനിക്കെന്നല്ല, ലോകത്ത് ഒരാൾക്കും നിന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ജീവിതത്തില് എന്തെങ്കിലും ഒരു ആഗ്രഹമുള്ള ആളുകൾക്കാണ് നമുക്കൊരു മോട്ടിവേഷനോ കാര്യങ്ങൾ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുള്ളൂ. ജീവിതത്തിൽ ഒരു പർപ്പസ് ആണ് പ്രധാനം. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, സീനിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് ക്ലാസ് എടുത്ത് അവർ റിട്ടയർഡ് ആവാൻ ഇനി 2 3 4 വർഷമൊക്കെ ഉള്ളൂ. ഞാൻ അവരോടും ചോദിച്ചു, വാട്ട് ഈസ് യുവർ പർപ്പസ്? അപ്പൊ അവരോട്, ഇത്ര നാളായാലേ പണി എടുക്കണേ, ഇനിയിപ്പോ റിട്ടയർഡ് ആവണം, വെറുതെ ഇരിക്കണം. ഇതാണ് അവരുടെ ചിന്ത. ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുക, പെൻഷൻ വാങ്ങുക, വെറുതെ ഇരിക്കുക എന്നല്ലാതെ വേറെ ദി ഡോണ്ട് ഹാവ് എനി അതർ പർപ്പസ് ഇൻ ലൈഫ്. ഞാൻ അവരോട് പറഞ്ഞു, ഇതൊന്നല്ല, നമുക്ക് വി ക്യാൻ ഡു എ ലോട്ട് ഓഫ് തിങ്സ്. ഞാൻ KFC കഥയൊക്കെ പറഞ്ഞു കൊടുത്തു. 65-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് എന്നൊക്കെ പറഞ്ഞപ്പോ, കേട്ടിട്ടുണ്ട് ഇതൊക്കെ കുറെ കേട്ടിട്ടുണ്ട് എന്നുള്ള ഒരു മെന്റാലിറ്റിയാണ് ഈ പറഞ്ഞ അവരെല്ലാവരുടെയും ഫേസിൽ നിന്ന് കാണുന്നത്. പക്ഷെ കുറച്ചു പേര് മാത്രം, അതിനകത്തൊരു നല്ലൊരു ശതമാനം ആളുകൾ അവര് കുറച്ച് ഇൻസ്പയർഡ് ആയി. അവർ പറഞ്ഞു, ഓക്കെ സർ, വി വിൽ ഡു സംതിങ് ആഫ്റ്റർ ദിസ് റിട്ടയർമെന്റ് ഓൾസോ, വി വിൽ ഡു സംതിങ്. അപ്പൊ പർപ്പസ് ഇല്ലെങ്കിൽ ലൈഫ് വേസ്റ്റ്. ഞാൻ അവരുടെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു, നിങ്ങൾ സർക്കാർ ജീവനക്കാരുടെ ശാപം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ കിട്ടുന്ന പൈസ മുഴുവനും വെറുതെ ഇരിക്കുക എന്നുള്ളൊരു ചിന്തയിൽ നിങ്ങൾ വെറുതെ ഇരിക്കുകയും ഇഷ്ടംപോലെ ഫുഡും കഴിക്കും, ഒരു പണിക്കും പോവില്ല, ഒരു പർപ്പസും ഇല്ലാതെ ഇരുന്ന് ഉള്ള പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എല്ലാം പിടിച്ച് അസുഖവും വന്ന് ഡെയിലി ആശുപത്രി പോകുന്നത് ഒരു പർപ്പസ് ആക്കി മാറ്റി. അത് കഴിഞ്ഞ് കുറെ ഷുഗർ വരും, അപ്പൊ ഇൻസുലിൻ എടുക്കും, അത് കഴിഞ്ഞ് കിഡ്നി പോവും, പിന്നെ ലിവർ പോവും. അങ്ങനെ ഓരോ സാധനം പോയി മരിക്കാന്നല്ലാതെ വേറെ ഒരു കാര്യമില്ല. നമുക്കറിയാം, ഇക്കിഗായി പ്രിൻസിപ്പിൾ ഒക്കെ പറയുമ്പോൾ ആ ഗ്രാമത്തിലെ ആളുകൾ ഏറ്റവും ടോപ്പായിട്ട് ജീവിക്കുന്നതിന്റെ കാര്യം, ദേ ഹാവ് എ പർപ്പസ് ഇൻ ലൈഫ് ആൻഡ് ദേ ഡു വാട്ട് ദേ ഡു ലവ് ടു ഡു. ഒരു ട്രെയിനിങ് ഫീൽഡിലൊക്കെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് എത്ര വയസ്സിൽ വേണമെങ്കിലും ട്രെയിനിങ് നടത്താം, ഒരു പാഷൻ ആണെങ്കിൽ. ദർ ഇസ് നോ റിട്ടയർമെന്റ് അറ്റ് ഓൾ. ഞാൻ എന്നിട്ട് ഇന്ന് അവരോട് പറഞ്ഞു, അവരിങ്ങനെ റിട്ടയർ ചത്ത് ചാഞ്ഞിരിക്കാനപ്പോ ഞാൻ അവരോട് പറഞ്ഞു, യു ജസ്റ്റ് തിങ്ക് മമ്മൂട്ടി ഈസ് ആക്ടിങ് ദ ടർബോ മൂവി. ഐ ജസ്റ്റ് സോ ദ ട്രെയിലർ ആൻഡ് ഇറ്റ് ഈസ് അമേസിങ്. 72 വയസ്സുള്ള ആളാണോ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്, നമ്മൾ അത്ഭുതപ്പെട്ടു. ആൻഡ് ഹി സ്റ്റിൽ മെയിൻറ്റെയിൻസ് ഹിസ് ബോഡി. നിസ്സാരമായിട്ട് ഭക്ഷണം കഴിക്കുന്നു, ഡെയിലി എക്സസൈസ് ചെയ്യുന്നു. ഇന്നാളെ വന്ന ഫോട്ടോഷൂട്ടിലൊക്കെ പടം കണ്ട കൊതിച്ചു പോകും ഏത് യുവ നടന്മാർ പോലും. ഒരു 72 വയസ്സുകാരൻ എങ്ങനെ ആവാതിരിക്കാൻ പറ്റുന്നത്? ബിക്കോസ് ഹി ഹാസ് എ പർപ്പസ് ഇൻ യുവർ ലൈഫ്. പുള്ളി പറഞ്ഞു വെച്ചാൽ, ഇപ്പൊ അറിയാലോ, എല്ലാം വെറൈറ്റി മൂവീസ് അഭിനയിക്കണേ. കാര്യം പറഞ്ഞു വെച്ചാൽ, എനിക്ക് അഭിനയിച്ച് കൊതി തീർന്നിട്ടില്ല എന്ന് പറഞ്ഞു. 72-ാമത്തെ വയസ്സിലും ഇത്ര വർഷം അഭിനയിച്ച് കൊതി തീരാത്ത ഒരു പ്രൊഫഷനാണ്, പാഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രായമാവില്ല. അപ്പൊ നമ്മുടെ ലൈഫിൽ ഒരു പർപ്പസ്, ഒരു എയിം വേണം. അതുകൊണ്ടാണ് മോഹൻലാൽ ഇപ്പോഴും അഭിനയിക്കുന്നതും ബാക്കി നമ്മുടെ സീനിയർ ആക്ടേഴ്സും ഒക്കെ. അവരെന്തുകൊണ്ട് ഫീൽഡ് ഔട്ട് ആവുന്നില്ല എന്ന് വെച്ചാല്, അവർ അത്രയും പാഷനേറ്റ് ആണ്, അത്രയും ഡെഡിക്കേറ്റഡ് ആണ്. ആ ഒരു പർപ്പസ് ഉണ്ടെങ്കിലേ ലൈഫിൽ വിജയിക്കാൻ പറ്റുള്ളൂ. ഞാൻ കഴിഞ്ഞ ഇതിന്റെ കോമ്പറ്റീഷന് വീഡിയോ കാണിച്ചു പൃഥ്വിരാജിന്റെ. അപ്പൊ അതിൽ കൃത്യമായിട്ട് പൃഥ്വിരാജിനോട് ചോദിക്കുന്നുണ്ട്, വാട്ട് ഈസ് യുവർ എയിം അറ്റ് ആഫ്റ്റർ 20 years? നേരെ ചൊവ്വ എന്ന പ്രോഗ്രാമിൽ ജോണി ലൂക്കോസ് ചോദിക്കുന്ന ചോദ്യം. അതിൽ അവൻ പറയുന്നുണ്ട്, 20 വർഷം കഴിയുമ്പോൾ 3 ഭാഷയിലെങ്കിലും അറിയപ്പെടുന്ന നടനായി മാറണം, മിനിമം ഒരു ഫിലിംസ് നിർമ്മിക്കണം, അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന വിഷയങ്ങൾ ഡയറക്ട് ചെയ്യണം. ഹി ഈസ് ഡൂയിങ് സെയിം തിങ് ഫോർ ലാസ്റ്റ് 5 or 6 years. അതൊരു 10-12 വർഷം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം അതിന്റെ എന്താ പറയാ, ഓൾറെഡി അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ദാറ്റ്സ് ബിക്കം ഇറ്റ്സ് വൺ ഓഫ് ഹിസ് പാർട്ട് ഓഫ് ലൈഫ്. അപ്പം പർപ്പസ് ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ നടന്നത്. അതിനെ പോലുള്ള യുവനടന്മാർ എത്ര പേര് ഉണ്ട്, പക്ഷെ ദേ ഡിഡ്ന്റ് ഡു എനിത്തിങ് ബിക്കോസ് ഹി ഹാസ് എ പർപ്പസ് ഇൻ ഹിസ് ലൈഫ് ആൻഡ് ഹി ഈസ് ഫോളോയിങ് ദാറ്റ് പർപ്പസ്. അപ്പൊ അതുകൊണ്ട് ലൈറ്റ് ഹൗസ് നമ്മളെ പ്രതിനിധാനം ചെയ്യുന്നത് പർപ്പസ് ആണ്. നിങ്ങൾക്ക് ഒരാളെ കൂടെ ഞാൻ പരിചയപ്പെടുത്താം. ഇത് ഈ ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടില്ല, ബട്ട് ഐ ടുക്ക് ഇറ്റ് ഫ്രം ദാറ്റ്. അദ്ദേഹത്തിന്റെ പേര് അറിയാലോ അല്ലെ, അമയ് മഹാലിംഗ നായിക്. പത്മശ്രീ കിട്ടിയ ഒരു മനുഷ്യനാണ്. മുതലാളി സ്വന്തമായി കൊടുത്തൊരു ലാൻഡ്, ഒരു തുള്ളി പോലും വെള്ളമില്ലാത്ത, ഒരിക്കൽ പോലും വെള്ളം കണ്ടിട്ടില്ലാത്ത മൊട്ടക്കുന്ന് 3 ഏക്കറോ 4 ഏക്കറോ ലാൻഡ് മുതലാളി കൊടുത്തു. അപ്പൊ അതിനകത്ത് പുള്ളിയുടെ ഒരു പർപ്പസ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, അതിൽ കൃഷി ചെയ്യണം, വെള്ളം കൊണ്ടുവരണം. എങ്ങനെ കൊണ്ടുവരുന്ന അറിയില്ല. പുള്ളിക്ക് ആകെ അറിയാവുന്നത് വളരെ പ്രാചീനമായ ഒരു മെത്തേഡാണ് ഗുഹ തുറന്ന് മല തുറക്കുക, അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു വെള്ളം ഉണ്ടാവും. അദ്ദേഹം വർഷങ്ങളോളം തുറന്നു,
ഒരെണ്ണം തുറന്നെത്തി വെള്ളം കിട്ടിയില്ല, 2, 3, 4. അത് JCB വെച്ചിട്ടൊന്നല്ല തുറക്കണേ, നിങ്ങൾക്ക് അറിയാലോ. അദ്ദേഹത്തിന്റെ തൂമ്പയും പിക്കാസും വെച്ചിട്ട് മാസങ്ങളും വർഷങ്ങളും എടുത്തിട്ടാണ് ഒരു തുരങ്കമൊക്കെ പൂർത്തിയാകുന്നത്. അങ്ങനെ 6ാമത്തെ തുരങ്കം പൂർത്തിയാക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് വെള്ളം കിട്ടിയത്. ഇന്ന് 40 വർഷമായി അദ്ദേഹം മുമ്പാണ് ഈ പ്രോസസ് ചെയ്തത്. ഇന്ന് ആ നാട് അദ്ദേഹത്തിന്റെ 4 ഏക്കർ പച്ചപ്പ് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന കേരളം പോലത്തെ ഒരു സ്ഥലമായിട്ട് അദ്ദേഹം മാറ്റി. അതിൽ കൂടുതലും വാഴയും തെങ്ങൊക്കെയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഫോട്ടോസ് കണ്ടിട്ടുണ്ടായിരുന്നു. സോ he has a purpose in life. That's why he is following his purpose and that he has achieved. അപ്പോ അതാണ് ഈ ലൈറ്റ് ഹൗസ്, ഈ നമ്മുടെ സ്റ്റോറിയിലെ ലൈറ്റ് ഹൗസ് വരുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ, ഈ ഒരു ബുക്ക് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ചോദ്യം, വാട്ട് ഈസ് മൈ പർപ്പസ്? നിങ്ങൾ മരിച്ചു കഴിഞ്ഞാല് നിങ്ങളുടെ ശവകുടീരത്തില് എന്ത് എഴുതി വെക്കും? അല്ലെങ്കിൽ നമുക്കറിയാം നോബൽ പ്രൈസ് ഉണ്ടായത് എങ്ങനെയാണെന്നറിയാം. അദ്ദേഹത്തിന്റെ ചേട്ടന് മരിച്ചു കഴിഞ്ഞപ്പോ പത്രത്തിൽ വാർത്ത കൊടുത്തത് ഇങ്ങനെയാണ്: മരണത്തിന്റെ രാജകുമാരൻ മരണപ്പെട്ടു. മരണത്തിന്റെ രാജകുമാരൻ മരണപ്പെട്ടു. അപ്പോ ആ വാർത്ത നോബല് വായിക്കുകയും പത്രത്തിൽ വിളിച്ച് തെറ്റ് പറഞ്ഞു കൊടുക്കുകയും അവരത് തിരുത്തിയടിക്കുകയും ചെയ്തു. പക്ഷേ നോബലിനുണ്ടായത് വലിയൊരു തിരിച്ചറിവാണ്. ഞാൻ മരിച്ച വരുന്ന ന്യൂസ്, കാര്യം അദ്ദേഹം ഡൈനാമിറ്റ് കണ്ടുപിടിച്ചത് നോബലാണ്. ഞാൻ മരിച്ച വരുന്ന വാർത്ത ഇങ്ങനെയായിരിക്കും: മരണത്തിന്റെ രാജകുമാരൻ. അദ്ദേഹം അതിനു വേണ്ടിയിട്ടാണ് സ്വത്ത് മുഴുവനും വിറ്റ് സമാധാനത്തിനും ഫിസിക്സിനും സയന്റിസ്റ്റിനും ഒക്കെ ഉള്ള ആളുകൾക്ക് സമ്മാനം കൊടുക്കുന്ന ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും, അതിനൊരു കമ്മിറ്റിനെ ഫോം ചെയ്യും, നോബൽ പ്രൈസ് കൊടുത്തുകൊണ്ട്. ഇന്ന് നോബൽ പ്രൈസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം എന്തൊരു വലിയ, ഒരുപാട് പ്രൈസ് മണി ഉള്ള ഒരു സമ്മാനമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ഹി ഹാസ് ചേഞ്ച് ഹിസ് ഡെസ്റ്റിനി. മരിക്കുമ്പോൾ എന്താണെന്നുള്ളത് പുള്ളി ഇടയ്ക്ക് വെച്ചെന്ന് തീരുമാനിച്ചു. അബ്ദുൽ കലാം മരിച്ചപ്പോൾ നമുക്കറിയാം. അതുപോലെ തന്നെ നമുക്ക് വീരപ്പൻ കൊല്ലപ്പെട്ടു. നമുക്കറിയാം എന്താണ് വീരപ്പനെ കുറിച്ച് എഴുതിയതെന്നുള്ളത്. സോ ഓരോ മനുഷ്യനും എങ്ങനെ മരണപ്പെടുന്നു, അല്ലെങ്കിൽ ആ മരിച്ചു കഴിഞ്ഞിട്ട് എന്താണ് അവരെ കുറിച്ച് പറയുന്നുള്ള ആ ഒരു പർപ്പസ് കണ്ടെത്തിയാൽ തന്നെ നമ്മുടെ ലൈഫ് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ആൻഡ് വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് പോയിന്റ്. പ്രാക്ടീസ് കെയ്സൻ. കെയ്സൻ എന്താണെന്ന് വെച്ചാൽ ആർക്കെങ്കിലും അറിയോ? എന്താണ് കെയ്സൻ? കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. സ്മോൾ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. ഓക്കെ. കെയ്സൻ എന്ന് പറയുന്നത് അഗൈൻ ഇതിനകത്ത് സുമോ ഗുസ്തിക്കാരൻ എന്നെ സൂചിപ്പിക്കുന്ന കെയ്സൻ ആണ്. കെയ്സൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം എവറി ഡേ കണ്ടിന്യൂവൽ ഇംപ്രൂവ്മെന്റ് ആണ്. എവറി ഡേ ഡു സം ഇംപ്രൂവ്മെന്റ്. ഇന്ന് ഞാൻ എടുത്ത ടോപ്പിക്കും ആറ്റോമിക് ഹാബിറ്റ്സ് ആണ്. അപ്പൊ അതില് ഏറ്റവും ജെയിംസ് ക്ലിയർ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ യു ഡോണ്ട് ഡു ബിഗ് തിങ്സ്. പുള്ളി വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നതാണ്. നമ്മളെല്ലാവരും എന്താ പറയാ തോറ്റു പോകുന്ന അവിടെയാണ്. നമുക്കൊക്കെ വലിയ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യണം. വലിയ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ തോറ്റു പോകുന്നത്. ജെയിംസ് ക്ലിയർ പറഞ്ഞു വെച്ചാൽ യു ഡു 1% ഇംപ്രൂവ് ഇൻ എവറി ഡേ ലൈഫ്. സോ എൻഡ് ഓഫ് ദി ഇയർ യു വിൽ ബിക്കം ഓൾമോസ്റ്റ് 37% നിങ്ങളുടെ ടോപ്പിലായിരിക്കും. ഓൺലി 1% ഇംപ്രൂവ്മെന്റ്. ഇന്നലത്തെക്കാൾ 1% നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ പറ്റൂ. ബൈ സ്കിൽസ്, ബൈ നോളജ്, ബൈ കൈൻഡ്നെസ്, ബൈ ചാരിറ്റി, വാട്ട് എവർ ഇറ്റ് മേ ബി. എന്തിലാണെങ്കിലും നിങ്ങൾക്ക് 1% നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമോ? അതല്ല നിങ്ങൾ ഒരു മൈനസ് ആണെങ്കിൽ നിങ്ങൾ ഓൾമോസ്റ്റ് നെഗറ്റീവിലേക്ക് പോകും. അപ്പൊ കൈസൻ നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂവൽ ആയിട്ട് നമ്മളെ തന്നെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ള വലിയൊരു പാഠമാണ് കൈസൻ നമുക്ക് തരുന്നത്. അപ്പം ഇതിനകത്ത് ആ സുമോ ഗുസ്തിക്കാരനെ സൂചിപ്പിക്കുന്നത് കൈസൻ പ്രാക്ടീസ് എന്നാണ്. ജാപ്പനീസില് ഞാൻ ഈ ക്വാളിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് പ്രൊഡക്ഷനിലുള്ള ആൾക്കാരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ജാപ്പനീസ് കോൺസെപ്റ്റ് ഒരുപാട് ഫോളോ ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. കാര്യം നമ്മുടെ 6S ഉണ്ട്, നമ്മുടെ ക്വാളിറ്റി സർക്കിൾ ടീം ഉണ്ട്. ഇതൊക്കെ ജാപ്പനീസ് കോൺസെപ്റ്റാണ്. നമുക്കറിയാം 2ാം ലോക മഹായുദ്ധം ഉണ്ടായ കാലഘട്ടത്തില് ജപ്പാന്റെ മേലെ അണുബോംബിട്ട് തകർത്ത് കളഞ്ഞു. ഇനി ജപ്പാൻ തിരിച്ചു വരില്ല എന്ന് എല്ലാ രാജ്യങ്ങളും എല്ലാ പത്രങ്ങളും വിധി എഴുതി. പിന്നെ എങ്ങനെ അവർ തിരിച്ചു വന്നു? സാമ്പത്തിക ശക്തിയായിട്ട്. ദേ പ്രാക്ടീസ് കൈസൻ. അവരെല്ലാ ദിവസവും ദേ വിൽ ഫൈൻഡ് ഔട്ട് വാട്ട് നീഡ് ടു ഇംപ്രൂവ്. ഫിഷ് ബോൺ അനാലിസിസ് അവർ കണ്ടുപിടിച്ചതാണ്. ക്വാളിറ്റി സർക്കിൾ ടീം അവർ കണ്ടുപിടിച്ചതാണ്. ക്വാളിറ്റി സർക്കിളൊക്കെ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഐ വാസ് എ പാർട്ട് ഓഫ് ക്വാളിറ്റി സർക്കിൾ ഇൻ അപ്പോളോ ഡയസ്. അതിലൊക്കെ എന്താ അവർ ചെയ്യാന്ന് വെച്ചാല് അവരിങ്ങനെ ഒരു പ്ലാന്റില് ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർ വട്ടം കൂടും. അവരൊരു കമ്മിറ്റി ഫോം ചെയ്യും. അവരവിടെ നിന്ന് അങ്ങനെ ആലോചിക്കും എന്താണ് നമ്മൾ പ്രശ്നങ്ങൾ എന്താണ്. അപ്പൊ അത് ആദ്യം അവർ പ്രശ്നങ്ങളെ മുഴുവൻ ലിസ്റ്റ് ഔട്ട് ചെയ്യും. ഒരു 10-20 പ്രശ്നങ്ങൾ അവർ ലിസ്റ്റ് ഔട്ട് ചെയ്യും. അത്
പ്രൊഡക്ഷൻ കുറയുന്നതായിട്ട് ബന്ധപ്പെട്ടാവും, ജോലി ഭാരം ലഘൂകരിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടാവും, പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കൂട്ടുന്നതായിട്ട് ബന്ധപ്പെട്ടാവും. എന്താണെങ്കിലും ദേ ലിസ്റ്റ് ഔട്ട് 10 തിങ്സ്. എന്നിട്ട് ഈ 10 കാര്യങ്ങളും ടേബിളിൽ വെച്ചിട്ട് ഇവരുടെ തന്നെ ഇൻപുട്സ് എടുക്കും. ഇതിൽ ഏറ്റവും മെയിൻ പ്രശ്നമുള്ളത് ഏതാണ്, അപ്പൊ അതിൽ അവരൊരു പ്രോബ്ലം ചൂസ് ചെയ്യും. എന്നിട്ട് ഈ ടീമിനോട് തന്നെ പറയും, ഓക്കെ യു ഗീവ് സൊല്യൂഷൻസ് ഫോർ ദ 10 items. നിങ്ങൾ സൊല്യൂഷൻസ് തരാൻ പറയും. അങ്ങനെ സൊല്യൂഷൻസ് കൊടുത്തിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻസ് അവർ ഇംപ്ലിമെന്റ് ചെയ്യും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്താണ് അവർ അവരുടെ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യുക. അതുകൊണ്ടാണ് ജാപ്പനീസ് കാറുകൾ അമേരിക്കയിൽ ചെന്നപ്പോൾ അവിടെ GMC ഒക്കെ ഭയങ്കര ബ്രാൻഡായിരുന്നു. അവര് ജപ്പാനീസ് കാറുകൾ അവിടെ ഓടില്ല എന്ന് വിചാരിച്ചേ. പക്ഷെ എൻറ്റയർ മാർക്കറ്റിനെ GMCയെ പോലും തകർത്തിട്ട് ടൊയോട്ട പോലുള്ള ജാപ്പനീസ് ബ്രാൻഡുകൾ അമേരിക്കൻ വിപണി കംപ്ലീറ്റ് കീഴടക്കി. ബിക്കോസ് ദ ക്വാളിറ്റി, ദ കെയർ ദേ ആർ മെയിൻറ്റെയിൻ. ഞാൻ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയൂടാ, ടൊയോട്ടയുടെ ഒരു പരസ്യമുണ്ട്. ആ പരസ്യം ഇങ്ങനെയാണ്: വഴിയിൽ ഒരു ടൊയോട്ട കാറ് നിർത്തിയിട്ടിട്ട് ഒരു പെണ്ണ് സഹായത്തിനായിട്ട് കൈനീട്ടുന്ന സമയത്ത് ഒരു വേറൊരു വണ്ടിക്കാരൻ ഇങ്ങനെ അടുത്ത് വന്നു കഴിഞ്ഞിട്ട് ഇതിന്റെ വണ്ടിയുടെ തൊട്ടടുത്ത് എത്തിക്കഴിയുമ്പോ ഇയാള് വണ്ടി നിർത്താതെ പോകും. അപ്പൊ കൂട്ടുകാരൻ ചോദിക്കും, എന്തുകൊണ്ട് നീ വണ്ടി നിർത്തിയില്ല? അപ്പം അവര് കടന്നു പോകുമ്പോ തന്നെ ഇയാള് ഈ കൈ കാട്ടിയാള് മുഖംമൂടി വലിച്ചെറിയുന്നത്. അത് പെണ്ണല്ല, ശരിക്കും ഒരു ഭീകരനായിരുന്നു, ഒരു കള്ളനായിരുന്നു. അത് നമുക്ക് കാണാൻ പറ്റും, പക്ഷെ വണ്ടിക്കാരന് കാണാൻ പറ്റും. അപ്പൊ വണ്ടി പാസ് ചെയ്ത് കഴിയുമ്പോൾ കൂടെയുള്ള ആള് ഡ്രൈവറോട് ചോദിക്കും, എന്തുകൊണ്ട് നീ വണ്ടി നിർത്തിയില്ല? ഒരു പെൺകുട്ടി വഴിയിൽ നിന്ന് കൈ കാണിച്ചിട്ട് എന്തുകൊണ്ട് നീ നിർത്തിയില്ല? അപ്പൊ ആള് പറഞ്ഞ മറുപടി, ഡിഡ് യു വാച്ച് ദാറ്റ് കാർ? ദാറ്റ് ഈസ് ടൊയോട്ട വിൽ നെവർ ബ്രേക്ക് ഡൗൺ ഇൻ ദ റോഡ് എക്സെപ്റ്റ് ദ ടയർ ഡ്രോപ്പ് അല്ലാതെ റോഡിൽ കിടക്കൂല. അത് അവരുടെ പരസ്യമാണ്. പക്ഷെ ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ഡൺ. കാര്യം ഞാൻ ടൊയോട്ട വണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 4 വർഷം 5 വർഷമായി. ഇന്ന് വരെ വഴി കിടക്കേണ്ടി വന്നിട്ടില്ല. വാട്ട് ദ മാജിക് ഐ ഡോണ്ട് നോ ദേ ആർ ഡൂയിങ്, ബട്ട് ദാറ്റ് ബിൽഡ് ക്വാളിറ്റി, വാട്ട് എവർ തിങ്സ് ദേ ആർ ഡൂയിങ് ഇൻ ആക്സിഡന്റ് ആയിട്ടോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എല്ലാതരം ഒരു ബ്രേക്ക് ഡൗൺ ആയിട്ട് കൃത്യമായിട്ട് സർവീസ് ചെയ്യുന്ന ഒരു വണ്ടി റോഡിൽ കിടക്കാനുള്ള സാധ്യത. കാരണം അത്രയും പ്രിസൈസ്ഡ് ആയിട്ട് ഓരോ ഏരിയാസും ഡെയിലി കണ്ട് അവർ ഇമ്പ്രൂവ്മെന്റ്സ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഇന്ത്യൻ ബ്രാൻഡ്സിനൊക്കെ അറിയാം, പലപ്പോഴും വഴിയിലൊക്കെ വണ്ടി കിടക്കുന്നുണ്ടാവും. പക്ഷെ ടൊയോട്ടയെ പോലെ ഒരു ബ്രാൻഡ് അങ്ങനെ കിടക്കൽ കുറവായിരിക്കും. ദേ ഫോളോ ഓൾ ദ ക്വാളിറ്റി പ്രൊസീജിയർ. സോ നമ്മളും ലൈഫിൽ സുമോ ഗുസ്തിക്കാരൻ ഓർക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, പ്രാക്ടീസ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. ഇന്നലത്തെക്കാളും 1% എനിക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമോ? ഇന്നലെ 1 പേജാണ് ഞാൻ ബുക്ക് വായിച്ചെങ്കിൽ ഇന്ന് ഒരു 1.5 പേജ് വായിക്കാൻ പറ്റും, 2 പേജ്. അതല്ലെങ്കിൽ ഇന്നലെ ഞാൻ ഒരാൾക്ക് കൈൻഡ്നെസ് ചെയ്തെങ്കിൽ ഇന്ന് 2 പേർക്ക് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ 1 ആൾക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു കണ്ടിന്യൂസ് ഒരു തോട്ട് പ്രോസസ് ഉണ്ടെങ്കിൽ വി വിൽ ഗ്രോ. 4ാമത്തെ ഒരു പ്രിൻസിപ്പിൾ ആയിട്ട് വരുന്നത്, സൗണ്ട് ഷെയർ ചെയ്യാൻ പറ്റില്ല. അതെ, സൗണ്ട് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഇനി ചിലപ്പോ ഓട്ടോമാറ്റിക് സൗണ്ട് വരുമായിരിക്കും, എനിക്ക് അറിയില്ല. എനിവേ 4ാമത്തെ ഒരു ഓപ്ഷൻ വെച്ചാല് സുമോ ഗുസ്തിക്കാരന്റെ ബെൽറ്റ് ആണ്. അപ്പോ സ്ലീവ് വിത്ത് ഡിസിപ്ലിൻ എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഇപ്പം ആറ്റോമിക് ഹാബിറ്റ്സും ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ഡിസിപ്ലിൻ ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ ഒരുപാട് ഡിസിഷൻസ് എടുക്കുന്നു, പക്ഷെ വി വിൽ ഓൾവേസ് ബി ക്വിറ്റ് ഫ്രം അവർ ഡിസിഷൻസ്. ആറ്റോമിക് ഹാബിറ്റ്സിൽ അവർ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ഡോണ്ട് പ്ലീസ് ഡു ദ നെസസറി ഫോർ നോട്ട് ബ്രേക്കിംഗ് ദ ചെയിൻ. നിങ്ങൾ ആ ഹാബിറ്റ് ചെയിൻ ബ്രേക്ക് ആവാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പൊ നമ്മൾ ബുക്ക് റീഡ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഫോം ചെയ്യണമെങ്കിൽ 1 പേജ് വായിച്ചാൽ മതി, പക്ഷെ യു ഹാവ് ടു റീഡ് ഇറ്റ് എവറി ഡേ. എക്സസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂർ എക്സസൈസിന് വേണ്ടി എയിം ചെയ്യരുത്. You aim for 5 minutes and do it every day. If you can increase to 10 minutes, 50 minutes, that's fine and good. But do it at least 5 minutes every day. That is very, very important. Our discipline വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം നിങ്ങൾ ഈ ഒരു മൂവി കണ്ടിട്ടുണ്ടാവും, ഫോറസ്റ്റ് ഗംപിന്റെ ഒരു മൂവി കണ്ടിട്ടുണ്ടാവും. ഫോറസ്റ്റ് ഗംപ് എന്ന മൂവി കണ്ട എത്ര പേരുണ്ട്? ഞാൻ ജസ്റ്റ് ഒന്നൊരു വീഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്യാം. എനിക്കറിയില്ല സൗണ്ട് വരുമെന്നൊന്ന് പറയണേ. സൗണ്ട് ഇല്ല, ഓക്കെ. ഇതെന്തോ ഇതിന്റെ ഷെയറിംഗിലേ സൗണ്ട് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ കാണുന്നില്ല.
ഇതിന്റെ വോളിയം ഒക്കെ ഹൈ ആണ്. പക്ഷെ എനിവേ ഈ മൂവി ജസ്റ്റ് എന്തായാലും ഇതിനകത്ത് മ്യൂസിക് മാത്രമേ ഉള്ളൂ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ മ്യൂസിക്? സാറേ ഇല്ല, മ്യൂസിക് കേൾക്കുന്നില്ല. ഏഹ് ഇല്ല, കേൾക്കുന്നില്ല. സാർ ഇല്ല സാറേ. പക്ഷെ അതെ, ഞാൻ ഇത് ഷെയർ ചെയ്യുന്ന സമയത്ത് മ്യൂസിക് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. എനിവേ ഐ വിൽ എക്സ്പ്ലെയിൻ. കാര്യം വെച്ചാല് ഫോറസ്റ്റ് ഗംപ് ഇതുപോലെ ഇങ്ങനെ ബിസിനസ് ഒക്കെ തുടങ്ങി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇതുപോലെ ഭയങ്കര ഫ്രസ്ട്രേഷൻ ഒക്കെ ആയി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ഓടാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ ഓടി ഓടി അദ്ദേഹം കിലോമീറ്റേഴ്സ് ഇങ്ങനെ ഓടുന്നു. ഭക്ഷണം കഴിക്കാൻ മാത്രം നിർത്തും, പിന്നെയും ഓടിക്കൊണ്ടിരിക്കും, ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്ത് ചെയ്ത് അദ്ദേഹം, ഇത് റിയൽ സ്റ്റോറിയാണ്. ഇതിൽ ഏറ്റവും രസകരമായ സാധനം, ഇദ്ദേഹം പട്ടാളത്തിലുണ്ടായതാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു ഈ ഭാഗം വെച്ചാൽ ഈ പുള്ളിയുടെ ഓടുന്നതല്ല, ഇദ്ദേഹം പട്ടാളത്തിലായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു ആഫ്രിക്കൻ സുഹൃത്തിനോട് പറയും, നമുക്കിത് കഴിഞ്ഞിട്ട് പട്ടാളത്തിൽ നിന്ന് വിരമിച്ചിട്ട് നമുക്ക് എന്താ പറയാ ഫിഷിംഗ് തുടങ്ങാന്ന് പറയും. അപ്പൊ ഫോറസ്റ്റ് ഗംപിന് ഫിഷിങ്ങിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. ഇവരെല്ലാം വിയറ്റ്നാം യുദ്ധത്തിൽ പങ്കെടുത്താണ്. ആ വിയറ്റ്നാം യുദ്ധത്തിൽ വെച്ചിട്ട് ഇവന്റെ സീനിയർ ആയിട്ടുള്ള ആളുടെ 2 കാലുകൾ നഷ്ടപ്പെടുന്നുണ്ട് യുദ്ധത്തില്. ഇവന്റെ ആഫ്രിക്കൻ സുഹൃത്തിന്, അവന്റെ കുടുംബപരമായിട്ട് അവര് ഫിഷിങ്ങിലുള്ള ആൾക്കാരാണ്. ആഫ്രിക്കൻ സുഹൃത്ത് മരിച്ചും പോകും. പക്ഷെ ഇവൻ റിട്ടയർഡ് ആയിട്ട് ഇവൻ വാക്ക് പാലിക്കുകയാണ്. ഇവൻ തിരിച്ചു വന്നിട്ട് ഇവൻ ഫിഷിംഗ് തുടങ്ങാൻ വേണ്ടി ആരംഭിക്കുകയാണ്. അപ്പൊ അന്ന് ഈ കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കാല് രണ്ടും പോയ ക്യാപ്റ്റൻ പറഞ്ഞിട്ട്, നീ എന്തെങ്കിലും ഷിപ്പ് പഠിക്കുന്ന കാലത്താണെങ്കിൽ ഞാൻ നിന്റെ ക്യാപ്റ്റനായിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഷിപ്പ് വാങ്ങും, അതിന്റെ കുറച്ച് പൈസ ഇവർക്കും കൊടുക്കും, നമ്മുടെ ഈ ആഫ്രിക്കൻ സുഹൃത്തിന്റെ വീട്ടുകാർക്കും കൊടുത്തിട്ട് വരും. അപ്പൊ അവർ കളിയാക്കുന്നുണ്ട്, എടാ നിനക്ക് ഫിഷിങ്ങിനെ പറ്റി ABCD അറിഞ്ഞൂടാ, നീ എന്താ കാണിക്കാൻ പോകുന്നു. അങ്ങനെ കപ്പൽ മേടിച്ചു എന്ന് പറഞ്ഞിട്ട്, ഫിഷിംഗ് ബോട്ട് മേടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ മറ്റേ കാല് രണ്ടും പോയ അദ്ദേഹത്തിന്റെ കമാൻഡർ ഇദ്ദേഹത്തിന്റെ കൂടെ വരികയും ഇവര് കടലിൽ ഇങ്ങനെ പോവാ. ഇവർക്ക് ഫിഷിംഗ് ഒന്നും അറിഞ്ഞൂടാ, നിറയെ കടലില് ഉണ്ട്. അപ്പൊ ഇവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വലിയിട്ടുകൊണ്ടിരിക്കും, ഒന്നും കിട്ടൂല. കുറച്ച് ക്ലോസറ്റിന്റെ പീസുകളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നത്. അങ്ങനെ ഇരിക്കില്ല, ഇവര് നടുക്കടലിൽ തന്നെയാ, ഇവര് തീരത്തൊന്നും വരുന്നില്ല. അങ്ങനെ ഒരു ദിവസം തീരത്ത് എല്ലാ ഷിപ്പുകളും കരയടച്ചിരിക്കുമ്പോ, കാര്യം ഫിഷ് പിടിച്ചിട്ട് ഇവര് തീരത്ത് വരും, ഇവർ കടലാണ്, ഇവർക്ക് മീനൊന്നും കിട്ടാനില്ല. അങ്ങനെ ഒരു ദിവസം വലിയ കൊടുങ്കാറ്റുണ്ടാവും. ഈ കൊടുങ്കാറ്റില് എല്ലാ ഷിപ്പുകളും ആടി ഒലയും. ഇവരെ ഷിപ്പ് നടുക്കല്ലാണ്, അവിടെയും ആടി ഒലയുന്നുണ്ട്. പക്ഷെ ഇവര് പട്ടാളക്കാരായതുകൊണ്ട് ഇവര് പേടിക്കാതെ ആ ഷിപ്പിന്റെ നടുക്കല് നിൽക്കും. എന്താ സംഭവിച്ചെന്ന് വെച്ചാല് പിറ്റേ ദിവസം വാർത്ത നോക്കുമ്പോ ആ ഭാഗത്ത് ഫിഷ് ചെയ്തിരുന്ന എല്ലാ ബോട്ടുകളും, കരക്കിട്ടിരുന്ന ബോട്ടുകൾ തമ്മിൽ കൂട്ടിയടിച്ച് എല്ലാ ബോട്ടും നശിച്ചു. ഇവരുടെ ഷിപ്പ് മാത്രം ബാക്കിയായി. പിന്നെ ഇവരുടെ കാലമാണ്. അങ്ങനെ ഇവര് ഗംപ് എന്ന് പറയുന്ന രീതിയിൽ ഒരു വലിയ ഫിഷിംഗ് കമ്പനി കൊടുക്കുകയും ഒരുപാട് പൈസ ഉണ്ടാക്കുകയും ചെയ്തു. അപ്പം ഇത് നിങ്ങളെ മൂവി ഭയങ്കര മോട്ടിവേറ്റിംഗ് മൂവിയാണ്. ആ മൂവി കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ എന്തൊരു കാര്യവും കണ്ടിന്യൂസ് ആയിട്ട് ഡിസിപ്ലിനോടെ ചെയ്തു കഴിഞ്ഞാല് ഇന്നല്ലെങ്കിൽ നാളെ റിസൾട്ട് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം. അത് പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ശ്രീനിവാസന്റെ ഒരു മൂവിയിൽ ശ്രീനിവാസൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഒരു വലിയ പാറ പൊട്ടിക്കുന്ന പോലെയാ വിജയം എന്ന് പറയും. ആ പാറയില് നിങ്ങൾ ഒന്നടിച്ചു, കൂടം വെച്ച് 1 അടിച്ചു, 2 അടിച്ചു, 3 അടിച്ചു, 5 അടിച്ചു, 10 അടിച്ചു, ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോ 60ാമത്തെ അടിയിലായിരിക്കും ആ പാറ പൊട്ടുന്നത്. എന്ന് വെച്ചിട്ട് പാറ പൊട്ടിയത് 60ാമത്തെ അടിയിലാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റൂല. അത് ഈ 60 അടിയും കൊണ്ടാണ് ആ പാറ പിളർന്നത്. അപ്പൊ നമ്മുടെ ലൈഫിൽ ഡിസിപ്ലിനോടുകൂടെ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിൽ ഒരു റിസൾട്ടായിട്ട് വരാനായിട്ടുള്ള ഒരു സാധ്യതയുള്ളത് ആ ഒരു സംഭവമാണ്. അപ്പം നിങ്ങൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് കാണുമ്പോൾ ലൈഫിൽ നമ്മൾ കാണേണ്ട ഒറ്റ കാര്യം ഇതാണ്, ഡിസിപ്ലിൻ ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഞാൻ ഇനി അധികം സമയം എടുക്കുന്നതിൽ അടുത്തൊരു പോയിന്റിലേക്ക് നമുക്ക് കടക്കാം. 5ാമത്തെ പോയിന്റ്, അവിടുത്തെ ഒരു ഘടികാരം ഉണ്ടായിരുന്നു. ആ ഘടികാരം സമയത്തെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, ഈ ഭൂമിയിൽ നമുക്ക് തിരിച്ചു കിട്ടാത്ത ഒന്നേ സാധ്യത ഉള്ളൂ, അത് നമ്മുടെ സമയമാണ്, അല്ലെ? നമ്മുടെ സമയം നമുക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടൂല.
ഈ ആ, നമ്മുടെ ഏറ്റവും വലിയ കോടീശ്വരൻ ആരാണ്? ഇപ്പൊ ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ ആരാ? എലൺ മാസ്ക് മാസ്കിനെ ഇതാക്കിയിട്ടുണ്ട് അല്ലെ? ക്രോസ് ചെയ്തു. ആരാണ്? ഇലോൺ മാസ്ക്. എലൺ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ അംബാനി, അംബാനിയോ? അദാനി. അദാനിയാണ് അതെ, ഇപ്പോ, അതെ, അദാനി അംബാനിയൊക്കെയാണ്. അതെ. അദാനിയാണ് കൂടുതൽ. കേരളത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ യൂസഫ് അലി ഹരിക്കും. യൂസഫ് അലിയാണ്. ശുഭരി അല്ലെന്ന് തോന്നുന്നു അല്ലേ? യൂസഫ് അലിയാണ്. യൂസഫ് അലിയാണ്. യൂസഫ് അലി. നിങ്ങളുടെ എത്ര കോടിയുണ്ട്? ഓക്കെ. ഈ പറഞ്ഞ സാറിന് ഉത്തരല്ലേ അപ്പൊ? പല ഓണക്കോടി വിഷുക്കോടിയെല്ലാം ഉണ്ട്. ഈ പറഞ്ഞ എലോൺ മാസ്കിനും അദാനിക്കും അംബാനിക്കും യൂസഫ് അലിക്കും നമുക്കും കോമൺ ആയിട്ട് ഒരു സാധനം ഉണ്ട്. അതെന്താണ്? എല്ലാവർക്കും ഒരേപോലെ കിട്ടുന്ന സാധനം സമയം ടൈം 24 hours ആണ്. നമുക്ക് എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും 24 hours തന്നെയുള്ളൂ. പക്ഷെ ആ സമയത്ത് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഓരോരുത്തരെയും സക്സസോ ഫെയിലർ ആക്കുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മളൊക്കെ എത്രയാ സമയം വേസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ബിൽ ഗേറ്റ്സിനൊക്കെ വാരൻ ബഫറ്റ് കാണാൻ പോകുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അപ്പൊ അതിനകത്ത് വാരൻ ബഫറ്റ് ഒക്കെ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് കാത്തിരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒക്കെ ബിൽ ഗേറ്റ്സിന്റെ ഒക്കെ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് എന്നൊക്കെ പറയുന്നത് അത്രയും വിലപിടിപ്പാണ്. കാര്യം ഓരോ മിനിറ്റിലും എടുക്കുന്ന ഡിസിഷൻസ് ഒക്കെ അത്രയും ടോപ്പ് ഡിസിഷൻസ് ആണ്. അപ്പൊ നമ്മുടെ സമയത്തെ വേസ്റ്റ് ചെയ്യാതെ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയാലാ നമ്മുടെ ലൈഫ് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ അടിക്കുന്ന ഓരോ അടി കൊണ്ടാണ് പാറ തകരുന്നത്. നമ്മൾ എന്താണ് അടിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്. അത് നമ്മുടെ ലൈഫിലേക്ക് സക്സസിലേക്ക് വേണ്ടിയിട്ടാണോ ഫെയിലിയറിലേക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ചെകഞ്ഞുകൊണ്ടിരിക്കണം. അപ്പം ഞാൻ സമയത്തെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം സമയം ഇമ്പോർട്ടന്റ് ആണെന്ന്. ഇത് ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ എന്നാണെന്ന് അറിയാം. അതിലെ നോട്ടിഫിക്കേഷനും ചാറ്റും കണ്ട് ഇൻസ്റ്റയില് വീഡിയോയും കണ്ട് 1 മിനിറ്റിന്റെ വീഡിയോ അല്ലേ 1 മിനിറ്റ് അല്ലേ ഉള്ളൂ വെച്ചിട്ട് കണ്ടുകൊടുക്കും. ആ 1 മിനിറ്റ് വീഡിയോ നമ്മൾ 100 എണ്ണം കാണാം. അങ്ങനെ 100 മിനിറ്റ് 1.5 മണിക്കൂർ കഴിയാണ്ട് ഫോണിൽ നിന്ന് എണീക്കാത്ത ആൾക്കാരാണ്. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണോ, അഡിക്റ്റ് ഒക്കെയാണ്. പക്ഷെ ഞാനിപ്പോ അതിന്റെ ഒരു പുതിയൊരു സംഭവം ചെയ്തു. ലൈക്ക് യൂട്യൂബിൽ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പറഞ്ഞാ എന്റെ വാച്ച് ഹിസ്റ്ററി ഒക്കെ ഓഫ് ആണ്. അതാ വാച്ച് ഹിസ്റ്ററി ഈസ് ഓഫ്. വാച്ച് ഹിസ്റ്ററി ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാലാണ് ഇവർ സജഷൻസ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക. വാച്ച് ഹിസ്റ്ററി ഓഫ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള മാത്രം സെർച്ച് ചെയ്യാൻ കാണാം, നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസ്. അല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഫിലിം സ്റ്റാർസിന്റെ അതൊക്കെ ആയിട്ട് സജഷൻസ് വരും. ഇത് കാണുമ്പോൾ നമുക്കിത് കാണാതിരിക്കാനും പറ്റൂല. അത് ഇന്നിപ്പോ ഞാൻ ആറ്റോമി ഹാബിറ്റ്സ് എടുത്തോണ്ട് എനിക്ക് അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും. ഒരു ഹാബിറ്റ് ഫോം ചെയ്യുന്നത് 4 ഫാക്ടേഴ്സ് ആണ്. ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ. ഈവൻ നമ്മൾ റിവ്യൂ ചെയ്യുന്നത് മോഹൻ സെൽഫ് പറയാനാണെങ്കിലും ഇന്ന് ഞാൻ എടുത്തുകൊണ്ട് ഞാൻ അത്രയും അപ്ഡേറ്റഡ് ആണ്. ഹാബിറ്റ് ഫോം ചെയ്യുന്ന 4 കാര്യങ്ങളാണ്. ഒന്ന് ക്യൂ ആണ്. ക്യൂ എന്ന് വെച്ചാൽ വിസിബിലിറ്റി ആണ്. നമ്മളൊരു കാര്യം കാണുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ഭക്ഷണമാണെന്ന് വിചാരിച്ചു. ഒരു ഭക്ഷണം ബിരിയാണി വെച്ചിരിക്കുന്ന മണം വരുന്ന സമയത്ത് അത് നമ്മൾ കാണുന്നു, ആസ്വദിക്കുന്നു. സോ ദാറ്റ് ഈസ് ക്യൂ. അതിനെ ബേസ് ചെയ്ത് നമുക്ക് ക്രേവിംഗ് ഉണ്ടാവും. ബിരിയാണിയുടെ മണം അടിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ്, ബിരിയാണി കഴിക്കണം, അടിപൊളി ബിരിയാണി എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. സോ ദാറ്റ് ഈസ് ക്രേവിംഗ്. അതിനുശേഷം ഉണ്ടാകുന്നതാണ് റെസ്പോൺസ്. അപ്പൊ നമുക്കൊരു ആഗ്രഹം വന്നു, നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്യുന്നു. എന്ത് ചെയ്യും? കടയിൽ കയറും, ബിരിയാണി വാങ്ങും, തിന്നും. സോ ദാറ്റ് ഈസ് റെസ്പോണ്ട്. ഇത് കഴിയുമ്പോൾ നമുക്കൊരു സാധനം കിട്ടും. എന്ത് കിട്ടും? റിവാർഡ് കിട്ടും. എന്താണ് റിവാർഡ്? എന്താണ്? ഒരു ആശ്വാസം. കാശ് പോയതിന്റെയും ബിരിയാണി കഴിച്ചതിന്റെയും ഒരു റിവാർഡ് കിട്ടും. സോ ഈ 4 ഫാക്ടേഴ്സ് കൂടിയിട്ടാണ് ഒരാളുടെ ഹാബിറ്റ് ഫോം ചെയ്യുന്നത്. ഈ 4 ഫാക്ടേഴ്സും കൂടുമ്പോഴാണ് ഒരാളുടെ എന്താ പറയാ ഫാക്ടേഴ്സ് വന്നത്. അപ്പം ഇപ്പൊ യൂട്യൂബിലാണെങ്കിൽ ഇങ്ങനെയാണെങ്കിലും നമ്മൾ പറയും യൂട്യൂബിൽ ഇങ്ങനെ സജഷൻസ് വന്നാൽ എന്താ കുഴപ്പം? എനിക്ക് കുഴപ്പമുണ്ട്, ഞാൻ കണ്ടുകൊണ്ടിരിക്കും. നമ്മൾ വിചാരിക്കും ഇങ്ങനെ ഒന്നും കാണണ്ട, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാണണമെന്ന് വെച്ചാൽ യൂട്യൂബ് തുറക്കുമ്പോ നയൻതാരയ്ക്ക് പുതിയ ബന്ധം എന്നൊക്കെ പറഞ്ഞ എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ സാധനം പ്ലേ ചെയ്തു. അതല്ലെങ്കിൽ യോഹന്നാൻ KP യോഹനാനെ കൊന്നതോ എന്നൊക്കെ പറഞ്ഞ് കാണുമ്പോൾ KP യോഹനാ പിന്നെ അത് കണ്ടേക്കാം. അപ്പൊ നമ്മളിങ്ങനെ അത് കാണുമ്പോഴേക്കും അടുത്ത 1 മിനിറ്റ് വീഡിയോ വരും. പണ്ടാണ് ഈ 10 മിനിറ്റ് വീഡിയോ, ഇതിപ്പോ 10 മിനിറ്റ് ഒക്കെ നിൽക്കാൻ പറ്റാത്തുള്ളൂ. 1 മിനിറ്റ് കൊണ്ട് കാര്യം തീരും. അപ്പോഴേക്കും പുതിയ സിനിമയുടെ റിവ്യൂ വരും, പിന്നെ അത് കാണും. സത്യം പറഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ പോണത് അറിയില്ല. അപ്പൊ ഞാൻ ആ സാധനം ഓഫ് ചെയ്തിട്ട് എന്റെ ക്യൂ അങ്ങോട്ട് കട്ട് ചെയ്തു. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പൊ ഞാനിപ്പോ ഒരു ക്ലാസ്സിന് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഞാൻ സെർച്ച് ചെയ്യും, ആ വീഡിയോ എടുക്കും, അത് മാത്രം കാണും. നിങ്ങൾക്കൊക്കെ പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. യൂട്യൂബിന്റെ ഹിസ്റ്ററി അങ്ങ് ഓഫ് ചെയ്തിട്ടാൽ മതി. അപ്പൊ സജഷൻസ് വരില്ല, അങ്ങ് നിൽക്കും. അപ്പൊ നിങ്ങൾ ആവശ്യമുള്ള സെർച്ച് ചെയ്ത് അത് കാണിക്കും.
അത് മാത്രം കാണാം. യൂട്യൂബിന്റെ സഹായം വേണ്ട. യൂട്യൂബ് പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് പറയും ഓഫ് ആണ്ടാ, ഓണാക്കിക്കോട്ടാ. യൂട്യൂബ് നോക്കിക്കോ നിങ്ങള്. ഒരു വീഡിയോ സെർച്ച് ചെയ്ത് ഇങ്ങനെ വരുമ്പോ ഷോർട്സ് ഒക്കെ 2 വീഡിയോ കഴിയുമ്പോൾ അതിന്റെ അവസാനം എനിക്ക് കാണിക്കും, മോനെ ഓഫ് ആണ്ടാ, നീ ഓണാക്കണ്ട, ഇപ്പൊ ഓണാക്കിക്കോ. കാര്യം നമ്മൾ യൂട്യൂബിൽ കുറെ നേരം ഇരുന്നാൽ മാത്രമാണ് യൂട്യൂബിന് എന്തെങ്കിലും കാര്യം. ഫേസ്ബുക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പണ്ടൊക്കെ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ വരും, നമ്മൾ അത് വന്ന് അതുമ്മ ഞെക്കി 4 കറക്കമൊക്കെ കറങ്ങി വീഡിയോ വരുമ്പോൾ നമ്മൾ അടുത്തേക്ക് പോകും. ഫേസ്ബുക്കിന് മനസ്സിലായി ഇവനെ പിടിച്ചിരുത്താൻ പറ്റുന്നു. അപ്പൊ ഫേസ്ബുക്ക് ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇൻസ്റ്റയും നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുമ്പോ തന്നെ പ്ലേ ആവുന്നുണ്ടാവും. വിത്ത് സൗണ്ട് പാട്ട് സാധനം പ്ലേ ആവും. പിന്നെ ഇത് കാണാണ്ടിരിക്കാൻ പറ്റും സാധനം. അന്ന് പിന്നെ ഇതും കൂടിയാണ് കണ്ടിട്ട് പോവാം എന്ന് പറയും. അപ്പൊ നമ്മുടെ സമയം ഏത് വഴിക്ക് പോകണമെന്ന് ആർക്കും അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഉള്ളത്. ഇനി 6മതൊരു സംഭവം ഉണ്ട്. 6മത്തെ ഒരു ക്യൂ എന്തായിരുന്നു വെച്ചാല് സെൽഫ്ലെസ്ലി സെർവ് അതേഴ്സ്. റോസാപ്പൂകൾ, ഒരു ജീവൻ കൊടുക്കുന്ന റോസാപ്പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റുള്ളവരെ സെർവ് ചെയ്യണതിന്റെ ഒരു പർപ്പസ് ആണ്. നമ്മുടെ ലൈഫില് നമ്മൾ മാത്രം ജീവിച്ചു കഴിഞ്ഞാല് അത് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം നമുക്കത് പ്രാക്ടീസ് നിങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നവരാണ്, പ്രത്യേകിച്ച് പോസിറ്റീവ് കമ്മ്യൂണിലും അല്ലെങ്കിൽ ടോട്ട്സിലുള്ള ആൾക്കാരൊക്കെ കൊടുക്കുന്നതിലൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയോ, നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് നല്ല പോലെ കൊടുക്കുമ്പോഴാണ്. നല്ല പോലെ വാങ്ങുന്നതിനേക്കാളും ഇഷ്ടം നമുക്ക് കൊടുക്കുമ്പോഴാണ്. ഇപ്പൊ ബൈജു സാറൊക്കെ ഉണ്ട്. ഇപ്പൊ ബൈജു സാറിന് ഇപ്പൊ ഒരു നല്ലൊരു ഫീസ് മേടിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷത്തെക്കാൾ കൂടുതലായിരിക്കും ചിലപ്പോ ഒരു 50 100 ഒരു അത്യാവശ്യക്കാരന് കൊടുത്തു കഴിഞ്ഞിട്ട് അദ്ദേഹം നമ്മുടെ കണ്ണീർ നോക്കിയിട്ട് ഒരു 2 കണ്ണീരൊക്കെ പൊഴിച്ചിട്ട് താങ്ക് യു എന്നൊക്കെ പറഞ്ഞൊരു സീനുണ്ട്. അത്രയും സന്തോഷം വേറെ എവിടെ നിന്നും കിട്ടൂല. കാര്യം നമ്മൾ കൊടുക്കുമ്പോ കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ, അതിനത്തോളം വലിയ സന്തോഷം നമ്മൾ എപ്പോഴും ഓർക്കുന്നതും ആ സന്തോഷമായിരിക്കും. ഞാൻ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വരുന്ന സാധനം വെച്ചാല്, ഇത് എന്റെ കുഞ്ഞു സംഭവമാണ് എങ്കിൽ പോലും, ഞാൻ ഒരിക്കൽ ഇതുപോലെ എറണാകുളത്തേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഭയങ്കര തിരക്കുള്ള ബസ്സാണ്. ഇയേഴ്സ് ബാക്ക് ആണോ, ഒരുപാട് വർഷങ്ങളായി. ഇപ്പൊ ട്രെയിനിലൊന്നും പോകാറില്ല. സീസൺ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുമ്പോൾ ആലുവയിൽ എത്തിക്കഴിഞ്ഞപ്പോ ഒരു ഭ്രാന്തി എന്ന് തോന്നിക്കുന്ന ഒരു പെണ്ണ് ട്രെയിനിൽ നിന്ന് ഇറങ്ങാന്ന് വെച്ചാല് പ്ലാറ്റ്ഫോമിലേക്ക് അല്ല, ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇറങ്ങി. അപ്പൊ അതിന്റെ ബാണ്ടൊക്കെ ഇട്ട് ട്രെയിനിന്റെ ഉള്ളിലായി പോയി. അപ്പൊ ഇത് ഇറങ്ങിയിട്ട് അത് ആരോടും മിണ്ടുന്നൊന്നുമില്ല. തീരെ ആരോഗ്യമില്ലാത്ത ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ. അപ്പൊ എനിക്ക് ഇത് പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ പെണ്ണിന്റെ ബാഗ് ഒട്ടിക്കാം. ഞാൻ ഒന്നും നോക്കിയില്ല, നേരെ ആ ബാഗ് എടുത്തിട്ട് ഞാൻ ഡോറയിലെ നിൽക്കുന്നു, ആ ബാഗ് എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു, ആ സ്ത്രീയുടെ കയ്യിലേക്ക്. അത് മേടിച്ചിട്ടുണ്ട്. കാര്യം അതൊക്കെ അങ്ങനെ എക്സ്പെക്ട് ചെയ്തില്ല. കാര്യം അത് എങ്ങനെ ബാഗ് എടുത്തു, ഇനിയിപ്പോ സ്റ്റെപ്പും കൂടെ വീണ്ടും കയറിയിട്ട് വേണം എടുക്കാൻ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ആ ബാഗ് എടുത്ത് കൊടുത്തത്. ആ ബാഗ് കിട്ടിയ വഴി അത് താഴെ വെച്ചിട്ട് അതെന്ത് ചെയ്യുന്ന എന്റെ കാല് ഫുഡ് മോഡിലാണ് നിൽക്കുന്നത്, അത് ഏറ്റവും താഴെ നിൽക്കുന്നത്. 2 കൈയും എന്റെ കാലിൽ ഇങ്ങനെ തൊട്ടിട്ട് ഒരു ഭഗവാനെ വന്നിക്കുന്ന പോലെ നെറ്റിലൊക്കെ വെച്ച് ഭയങ്കര ഒരു സംഭവം. ഇന്നും എനിക്കത് മറക്കാൻ പറ്റില്ല. ഞാൻ ചെയ്ത് വെറുതെ ഒരു ബാഗ് എടുത്ത് കൊടുത്തുള്ളൂ. അതിന്റെ ഒരു ബാഗ് എടുത്ത് കൊടുത്തു. പക്ഷെ ആ ഒരു സ്ത്രീക്ക് അത് കൊടുത്തൊരു ഇതും അതിന്റെ റെസ്പോൺസും, ഞാൻ ആ ചെയ്തതിൽ വലിയ കാര്യമൊന്നുമില്ല, കാര്യം പൈസ പോലും കൊടുക്കാത്തൊരു ഇതാണ്. പക്ഷെ തിരിച്ചു കിട്ടിയ ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു സ്നേഹം, ആ ഒരു ലവ്, അത് ഭയങ്കര ഒരു എഫക്റ്റ് ആണ്. അപ്പൊ നമ്മള് മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ. ടോട്ട്സിന്റെ ഏത് പ്രോഗ്രാമിലൊക്കെ പോയാലും നമ്മള് ലീഡർ അല്ലെങ്കിൽ പോലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ലീഡറായിട്ട് മാറും. കാര്യം എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ആളുകൾക്ക് കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ അത് കിട്ടുന്ന ഒരു ഫീലിങ്സ് ഉണ്ട്. അപ്പൊ ആളുകളൊക്കെ വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്, ഞാൻ എന്ത് പരിപാടി, ഇവൻ തൃശ്ശൂരൊക്കെ ചാപ്റ്റർ മത്സരത്തിന് പോയിട്ട് ഞാൻ കസേരയൊക്കെ പിടിച്ചിട്ട് ഞാനാണ്. തുടക്കം ഞാൻ ചെയ്തോണ്ട് പറയുന്നില്ല, പക്ഷെ ഐ ലവ് ടു ഡു ദാറ്റ്. അപ്പൊ അതുപോലെ നമ്മള് ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അത് വേറെ ഒന്നിനും നമുക്ക് തരാൻ പറ്റില്ല. എൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, പക്ഷെ ആ വീഡിയോ ഞാൻ കാണിക്കുന്നില്ല. കാര്യം ഇതിനകത്ത് ഇതിന്റെ ഓപ്ഷനിൽ, ഇപ്പോഴത്തെ ഒരു ഓപ്ഷൻസിൽ എനിക്ക് സൗണ്ട് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. എനിവേ ഉണ്ട്. അതെ, എന്താ പറ്റിയെന്ന് വെച്ചാല് അതിന് അവര് പൊസിഷൻ മാറ്റി കളഞ്ഞു, അതുകൊണ്ട് പറ്റിയതാണ്. ഓക്കെ, എന്തായാലും ആ വീഡിയോ ഞാൻ കാണിക്കാം. പക്ഷെ നിങ്ങൾ പലരും കണ്ട വീഡിയോ ആയിരിക്കും, അതുകൊണ്ടാണ് എനിക്ക് കാണിക്കാനൊരു മടി. സെക്കൻഡ്, ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ സൗണ്ട് കേൾക്കുന്നില്ലേ?
ഷെയർ ആ, സൗണ്ടിലെ കേൾക്കാം 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 കേൾക്കാം. പൊസിഷൻ മാറിപ്പോയി. അത് നോക്കിയിട്ടുണ്ട്. ഇതൊരു നിങ്ങൾ കൂടുതലും പേര് കണ്ടിട്ടുണ്ടാവും. ഇതൊരു ഇൻഷുറൻസിന്റെ പരസ്യമാണ്. അപ്പൊ ആ പരസ്യത്തിൽ അവർ കാണിക്കുന്നത് ആ ഒരു മനുഷ്യൻ എല്ലാവർക്കും സെൽഫ്ലെസ്ലി ആയിട്ട് ചെയ്യുന്നത് നമ്മുടെ കണ്ണ് നനഞ്ഞു പോകും. അപ്പൊ അതിനകത്ത് അവസാനം പറയുന്നത് വാട്ട് ഹി ഗെറ്റ്സ് ബാക്ക് നത്തിങ് ജസ്റ്റ് ഫീലിങ്സ്. ആ കുട്ടി പഠിക്കാൻ പോകുമ്പോൾ ഒരു ഹാപ്പിനെസ്സും, ആ അമ്മാമ്മ ആരുമില്ലാത്തൊരു അമ്മാമ്മയ്ക്ക് ഒരു പഴം കൊടുക്കുമ്പോൾ അതിനൊന്നും വലിയ വിലയൊന്നുമില്ല, പക്ഷെ തിരിച്ചു കിട്ടുന്ന ഒരു ഫീലിങ്സും ഒരു ഹഗ്ഗും, ആ ജോലി ചെയ്ത് തളർന്ന സ്ത്രീക്ക് സീറ്റ് കൊടുക്കുമ്പോൾ കിട്ടുന്നതും. സോ എവറിത്തിങ് ഈസ് ഗെറ്റ് ഓൺലി ഇൻ ഇമോഷൻസ്. ദാറ്റ് ഇമോഷൻസ് ആണ് കുറച്ചും കൂടി നന്നായി പോകുന്നത്. അപ്പൊ നമ്മള് എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യവും ഇത് തന്നെയാണ്, മറ്റേ സെർവ് അതേഴ്സ് വിത്ത് അറ്റ്മോസ്റ്റ് കെയർ ആൻഡ് ലവ്. ആൻഡ് ഫൈനൽ പോയിന്റ് ഈസ് ദാറ്റ് എംബ്രേസ് ദ പ്രസന്റ്. ഡയമണ്ട് വഴിയിലൂടെ അദ്ദേഹം നടന്നു എന്ന് പറയുന്നത് ഡയമണ്ട് വഴി തന്നെയാണ് എംബ്രേസ് ദ പ്രസന്റ്. പക്ഷെ നമ്മൾ പലരും, എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, വി ആർ നോട്ട് ലിവിങ് ഇൻ ദ പ്രസന്റ്, വി ഓൾവേസ് ലിവ് ഇൻ ദ പാസ്റ്റ് ഓർ ഇൻ ദ ഫ്യൂച്ചർ. ആം ഐ റൈറ്റ്? നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് സംഭവിച്ച അബദ്ധങ്ങളെ ഓർത്ത് കരയുകയും ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ആകുലപ്പെട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നിൽ ജീവിക്കുന്ന എത്ര പേരുണ്ട്? അതുകൊണ്ടാണ് ബൈജു സാറൊക്കെ ഒരുപാട് വായിച്ചിട്ടുണ്ട്. ദ പവർ ഓഫ് നൗ എന്ന് പറഞ്ഞ ബുക്ക് അത്രമേൽ ഇമ്പോർട്ടന്റ് ആവണമെന്ന് വെച്ചാല് ലിവ് ഇൻ ദ പ്രസൻസ് ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ എനി അതർ ഓപ്ഷൻസ്. കാരണം ഈ മൊമെന്റിൽ ജീവിക്കാൻ പറ്റുക ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടന്റ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്ത തെറ്റുകളെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ പാളിപ്പോയ ഡിസിഷൻസിനെ കുറിച്ച്, പാളിപ്പോയ കാര്യങ്ങളെ കുറിച്ച് വിഷമിക്കുകയും ഇനിയിപ്പോ എന്ത് ഫ്യൂച്ചറിൽ ചെയ്യുന്ന ആലോചിച്ച് ഇങ്ങനെ എല്ലാ ദിവസവും ആകുലപ്പെട്ടും ജീവിക്കുമ്പോൾ നമുക്ക് കടന്നു പോകുന്ന ഇന്നാണ്, ഇന്നിന്റെ സന്തോഷമാണ്, ഇന്നിന്റെ സൗന്ദര്യമാണ്, ഇന്ന് നമ്മുടെ കൂടെയുള്ള ആൾക്കാരെയാണ് നമുക്ക് മിസ് ചെയ്യുന്നത്, ഇന്ന് നമ്മോടൊപ്പം ഉള്ള ആ മൊമെന്റ് മിസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പലപ്പോഴും, നിങ്ങൾക്കറിയാം, ടൂറൊക്കെ പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് അമ്മമാരായിട്ടുള്ള ആൾക്കാരൊക്കെ ടൂർ, അവരുടെ കൂടെ ഞാൻ പോകാറുണ്ട്. അപ്പൊ നോക്കുമ്പോ ഇവര് പയ്യക്ക് വെള്ളം എടുത്ത് വെച്ചോ, അല്ലെങ്കിൽ അവിടെ വെച്ചോ ഇവിടെ വെച്ചോ, വീട്ടിലായിട്ടുകാരെന്ത് ചെയ്യും? അവരൊരിക്കലും ആ ഒരു ടൂർ എൻജോയ് ചെയ്യില്ല. പള്ളിയിൽ പോകുമ്പോൾ വീട്ടിലെ കാര്യത്തെ കുറിച്ചും, വീട്ടിലിരിക്കുന്ന സമയത്ത് പള്ളിയിൽ നേരം വൈകുന്ന കാര്യത്തെ കുറിച്ചും, പ്രാർത്ഥന എത്തിക്കുമ്പോ ഗേറ്റ് അടച്ചു വന്നു. അതായത് ഒരിക്കലും നമ്മൾ ആ ഒരു പ്രസന്റ് മൊമെന്റിൽ ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പം
ഒരു ഡയമണ്ട് പാത എന്ന് പറയുന്നത് വെച്ചാൽ ആ മോമെന്റിൽ ജീവിക്കുക എന്നുള്ളത്. സന്യാസിമാരും അല്ലെങ്കിൽ അങ്ങനത്തെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവർക്ക് അറിയാം ആ മോമെന്റിൽ ജീവിക്കാൻ. ഈ മോമെന്റിന്റെ നാളത്തെ അത് നമുക്ക് നാളെ വരുമ്പോൾ നോക്കാം. ഇന്നലെയല്ല, അത് കഴിഞ്ഞു പോയി. ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം നമുക്ക് പാസ്റ്റിനെ കുറിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫ്യൂച്ചറിനെ കുറിച്ചും നമുക്ക് അറിയാൻ പറ്റില്ല നമ്മുടെ വഴിയിൽ എന്തൊക്കെയാണ് വരാനിരിക്കുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും, വാട്ട് വി ക്യാൻ ഡു ടുഡേ. അപ്പൊ ആ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്താൽ, നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചർ ഓൾറെഡി ബെറ്റർ ആകും. നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. എബ്രഹാം ലിങ്കൻ പറഞ്ഞതുപോലെ ദ ഈസിയസ്റ്റ് വേ ടു പ്രെഡിക്റ്റ് യുവർ ഫ്യൂച്ചർ ഈസ് ടു ക്രിയേറ്റ് ഇറ്റ്. ഡോണ്ട് പ്രെഡിക്ട് ദ ഫ്യൂച്ചർ. നിങ്ങൾ കാക്കാലത്തിന്റെ അടുത്ത് പോയിട്ട് കൈ കാണിച്ചിട്ട് നിങ്ങളുടെ ഭാവി എന്താണെന്ന് പ്രവചിക്കുന്നേക്കാളും നല്ലത് യു ജസ്റ്റ് ഡു വാട്ട് എവർ യു വാണ്ട് ടു സീ ഇൻ യുവർ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ എന്താണ് നിങ്ങളെ പറ്റി കാണേണ്ടത്, യു ക്രിയേറ്റ് യുവർ ഫ്യൂച്ചർ. ഇന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിത് ഏതെങ്കിലും ക്ലാസ്സിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ ഈ പല ആചാരങ്ങളും ദുരാചാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായതിനെ കുറിച്ച് ക്ലാസ് എടുത്ത സമയത്ത് ഒരു സാറ് പറഞ്ഞു, ഇദ്ദേഹം ഈ പാമ്പരേഖയെ കുറിച്ചൊക്കെ പഠിച്ചു. അത് നേവൽ ഓഫീസറാണ്. അപ്പൊ അദ്ദേഹം പാമ്പരേഖയെ കുറിച്ച് പഠിച്ചിട്ട് എല്ലാവരും കൈയൊക്കെ നോക്കും. അപ്പൊ അത്യാവശ്യം എല്ലാവരും കാര്യങ്ങൾ റെഡി ആവുന്നുണ്ട്. അങ്ങനെ പുള്ളി നാട്ടിൻപുറത്ത് നിന്ന് ഒരു പയ്യന്റെ കൈ നോക്കിയപ്പോ അവനാണെങ്കിൽ ഏറ്റവും സാധു കുടുംബത്തിലെ പയ്യനാണ്. 3 പെങ്ങന്മാരുണ്ട്. അപ്പൊ അവരൊക്കെ കാര്യം നോക്കണം. ഇവനാണെങ്കിൽ ഒരു ചെറുപ്പത്തിന്റെ 16-17 വയസ്സൊക്കെ ഉള്ളു പ്രായം. ഇപ്പൊ എങ്ങനെയെങ്കിലും കുടുംബം പോറ്റേണ്ടവനാണ്. ഇവന്റെ കൈ വെറുതെ പുള്ളി പിടിച്ച് നോക്കിയപ്പോ 1000 രേഖ കട്ടായി കിടക്കാം. അപ്പൊ പുള്ളി ശരിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് പുള്ളി പറഞ്ഞടാ, നിന്റെ കാര്യം പോക്കാണ്, 1000 രേഖ കട്ടായി കിടക്കണം, നീ അധികം വൈകാതെ മരിക്കും. പുള്ളി പാം ഹിസ്റ്ററി അനുസരിച്ച് പഠിച്ച സാധനം അതാണ്. പുള്ളി പറയാ, പിന്നത്തെ ആഴ്ച പുള്ളി നാട്ടിൽ ചെന്നപ്പോ കാണുന്നത് അവൻ വിളിച്ചിട്ട് കാണിച്ചു കൊടുത്തു. അവൻ ഒരു ബ്ലേഡ് മേടിച്ചിട്ട് ആ രേഖ അങ്ങോട്ട് വരച്ചങ്ങോട്ട് കൂട്ടിമുട്ടിച്ചു കൈയുടെ ഉള്ളില്. ബ്ലേഡ് കൊണ്ട് പറഞ്ഞു, പൊട്ടിപ്പോയ രേഖ ബ്ലേഡ് വെച്ച് അരച്ചു ചോദിച്ചിട്ട് പറഞ്ഞു, കണ്ട ഇപ്പൊ നോക്കി നീ എന്റെ രേഖ റെഡിയാണെന്ന് പറഞ്ഞു. ഹീസ് എ സക്സസ്ഫുൾ പേഴ്സൺ. പുള്ളിയുടെ കുടുംബത്തിൽ നോക്കി പുള്ളി കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആയിട്ട് പുള്ളി തന്നെ പറഞ്ഞതാണ്. അപ്പോഴാണ് എനിക്ക് പ്രഡിക്റ്റ് ചെയ്യണേന്റെയും പറയണേന്റെ ഒക്കെ ഒരു ധാരണ, എനിക്കത് എത്രത്തോളം ഒരാളെ വേദനിപ്പിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായാണ്. സോ അവൻ അവന്റെ രേഖ വരച്ചേർത്തു. നമ്മുടെ ഫ്യൂച്ചർ തീരുമാനിക്കുന്നത് നമ്മളാണ്. അതിന് നമ്മുടെ ഇന്നിനെ നന്നാക്കിയാൽ മതി. പ്രത്യേകിച്ച് പ്രൊഡക്ഷൻ ഏരിയയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും. യു ജസ്റ്റ് കോൺസെൻട്രേറ്റ് ഓൺ പ്രോസസ്, ഡോണ്ട് ലുക്ക് ഫോർ ദ ഔട്ട്കം. ഈവൻ ആറ്റോമിക് ഹാബിറ്റ്സില് ജെയിംസ് ക്ലിയർ പറഞ്ഞു വെച്ചാൽ യു ഡോണ്ട് വർക്ക് ഓൺ യുവർ ഔട്ട്കം. നിങ്ങളുടെ ഔട്ട്കമ്മിൽ നിങ്ങൾ വർക്ക് ചെയ്യില്ലേ, യു വർക്ക് ഓൺ യുവർ ഐഡന്റിറ്റി. നീ എന്താണെന്നുള്ളതിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാല് നിനക്ക് റിസൾട്ട് കിട്ടും. സോ എംബ്രേസ് ദ ഫ്യൂച്ചർ. അതാണ് നമ്മള് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്നും കൂടി ഈ ബുക്ക് പറഞ്ഞു വെക്കുന്നു. ഞാനപ്പോ ഒരു 7 മെയിൻ പ്രിൻസിപ്പിൾസ് പറഞ്ഞു. കുറച്ച് സ്പീഡിലാണ് പറഞ്ഞത്, എന്നാലും 1 മണിക്കൂറോളം എടുത്തു. ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പുസ്തകം. ആ പുസ്തകത്തിലെ പല പ്രിൻസിപ്പിൾസും, ഈ പറഞ്ഞ പ്രിൻസിപ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പ്രിൻസിപ്പിളാണ്. പക്ഷെ ഒരു സ്റ്റോറി രൂപത്തില്, അതായത് നമ്മളൊരു പൂന്തോട്ടം കാണുകയും അതിലേക്ക് ഒരു സുമോഗുസ്തിക്കാരൻ ഇടിച്ചു കയറി വരുന്നതും അവൻ വീഴുന്നതും റോസപ്പൂ കൊണ്ട് ജീവൻ വെക്കുന്നതും അതിന്റെ ഒരു ലൈറ്റ് ഹൗസും അതിനകത്ത് നിലച്ചു പോയ ഒരു ഘടികാരവും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് കാണുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഈ ഒരു എന്താ പറയുക, മാലയിൽ പൂ ഓർത്ത പോലെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ, നമ്മുടെ ഹൃദയമാവുന്ന പൂന്തോട്ടത്തെ മനോഹരമായ പുഷ്പങ്ങൾ കൊണ്ട്, നല്ല ചിന്തകൾ കൊണ്ട് നട്ട് നനച്ച് വളർത്താനും കളകളെ പറിച്ച് മാറ്റാനും നമ്മൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ ജീവിതത്തിൽ ഇമ്പ്രൂവ്മെന്റ് വരുത്തേണ്ട കാര്യങ്ങൾ എല്ലാ ദിവസവും സുമോഗുസ്തികാരനെ പോലെ 1% ഇമ്പ്രൂവ്മെന്റ് ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ദിവസം പോലും മുടക്കം വരാതെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ നമ്മൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ലൈറ്റ് ഹൗസ് നോക്കി നമ്മുടെ പർപ്പസ് തീരുമാനിക്കുകയും മരിക്കുമ്പോൾ ഞാൻ എന്തായിരിക്കണം അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് മരിക്കേണ്ടത് എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ട് ആ ലൈറ്റ് ഹൗസ് നോക്കി ജീവിക്കുകയും അവസാനം മറ്റുള്ളവരെ ഹൃദയപൂർവ്വം ഒന്നും പ്രതീക്ഷിക്കാതെ സഹായിക്കുകയും ചെയ്ത് പുതുജീവൻ പ്രാപിച്ച് ഇന്നിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതം കുറെ കൂടെ ധന്യമാകും. ജൂലിയൻ മാൻഡിറ്റും അത് തന്നെയാണ് ചെയ്തത്. അദ്ദേഹം തിരിച്ചു വന്ന് ഈ പ്രിൻസിപ്പിൾസ് ഒക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവരെയും ഒരുപാട് ആളുകളെ അദ്ദേഹം തിരിച്ച് ഈ ഒരു ലീവ് ഇൻ ദ പ്രസന്റ് മൊമെന്റിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും അവർക്ക് ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം നൽകുകയും ചെയ്തു. സോ ഞാൻ എന്റെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബൈജു സർ, താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി. I hope you love this book and its concept.
താങ്ക് യു സോ മച്ച്. ഓവർ ടു യു ബജി സർ. താങ്ക് യു അസിൻ സർ. വളരെ മനോഹരമായിട്ട് ഈ സെഷൻ എടുത്തു തന്നു. ഒരുപാട് നന്ദി. കാരണം വൺ ഓഫ് ദി ഫേവറേറ്റ് ബുക്കാണ് എന്റേതും. ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബുക്കാണ്. കാരണം ആ മൈൻഡിനെയൊക്കെ ഏത് സെഷനിൽ പോകുമ്പോഴും ഒരു എക്സാമ്പിൾ പറയാൻ പറ്റിയൊരു ഇതാണ്. നമ്മളെ മനസ്സിലൊരു പൂന്തോട്ടം പോലെ സങ്കല്പിച്ചിട്ട് അതിൽ നല്ല ചെടികൾ മാത്രം, നല്ല ചിന്തകൾ മാത്രം വെച്ച് പുലർത്തുന്ന റോബിൻ ശർമ്മയുടെ വളരെ മനോഹരമായ സന്ദേശങ്ങൾ ബുക്കാണ്. സാറ് വളരെ മനോഹരമായിട്ട് പറഞ്ഞു. താങ്ക് യു വെരി മച്ച്. ഇനി ആർക്കെങ്കിലും ശ്രീകുമാർ സാറിന്, ഹുസൈൻ സാറിന്, മിനിമോൾ മാഡം ഉണ്ട്, സുധീർ സാർ, ആർക്കെങ്കിലും സംസാരിക്കാം. സായി പ്രകാശ് സാർ പോയി സാറിനെ പറ്റിയൊരു റിവ്യൂ കൊടുക്കാം. ശ്രീകുമാർ സാർ. നമസ്കാരം. എനിക്ക് രണ്ട് കാര്യമാണ് എന്റെ ബിലീഫ്സ്. അല്ലെങ്കിൽ ഞാൻ കാണുന്നതൊക്കെ സാറും കാണുന്നുണ്ട്. സാർ അതിന് മുന്നേ കണ്ടിട്ടുണ്ട്. നമുക്ക് ഇപ്പോ ഞാൻ എപ്പോഴും പുള്ളീനെ ഒരു റോൾ മോഡലായിട്ട് കാണുന്നത്. നാളെ എന്തൊക്കെ ചെയ്യണു എന്നുള്ളത് ഞാൻ യാദൃശ്യമായിട്ട് വീക്ഷിക്കാറുണ്ട്, നേരിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ അന്ന് ഒരിക്കൽ പറഞ്ഞപ്പോ യൂട്യൂബ് സബ്സ്ക്രിപ്ഷൻ എടുത്തു. ഇപ്പൊ അത് ഈ പ്രശ്നം ശരിക്കും ഞാനും അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമുക്ക് പക്ഷെ ഞാൻ കുറച്ചുകൂടി ഡീപ്പായിട്ട് ഏതെങ്കിലും ഒരു 1 hour മാത്രം ജസ്റ്റ് കേട്ട് അങ്ങനെ പോകും. കണ്ടമാനെങ്കിൽ 1 minute അങ്ങനെ മാറി മാറി പോകുന്ന പരിപാടിയില്ല. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒന്നുമില്ല. പക്ഷെ യൂട്യൂബിൽ നല്ല ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കേട്ടിരിക്കും. എനിക്ക് ഒബ്ജക്റ്റീവ്സ് എന്റെ ഇംഗ്ലീഷ് അറിയുന്നതിനുള്ള ഒരു മോട്ടീവും കൂടി അതിലുണ്ട്. എനിക്ക് ടോപ്പിക് മാത്രമല്ല അവരുടെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കണം. അപ്പൊ ഈ സാറിപ്പ് ഇതില് മങ്ക് ഹൂ സോൾഡ് ഫെരാരി അതൊരു 6-7 വർഷം മുമ്പ് വായിച്ചതാണ്. അത് ഞാൻ മറന്നുപോയി. അന്ന് എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് ഫസ്റ്റ് ബുക്ക് എന്നുള്ള രീതിയിൽ ഞാൻ ഈ തരത്തിലുള്ള ഒരു ബുക്ക് ഞാൻ വായിച്ച അവസരത്തില് അത് 16-ലാന്ന് തോന്നുന്നു, 16-ലോ 15-ലോ മറ്റോ. അപ്പോ അത് ബുക്കിന്റെ മാത്രല്ല അദ്ദേഹത്തിന്റെ ഈ അനക്ഡോട്ട്സും കാര്യങ്ങളൊക്കെ ഇതില് ചേർത്തും ഒരു ഭാഗം പോലെ എടുത്ത് കളയാനില്ല. എനിക്ക് അതാണ്. ബാക്കിയുള്ളവരൊക്കെ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിലൊരു ഫില്ലർ വേർഡ്സോ അല്ലെങ്കിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് ഏതെങ്കിലും പോയിന്റിലേക്ക് കൊണ്ട് എത്തിക്കാൻ നോക്കും. അപ്പൊ ഇത് വളരെ ലാളിത്യവൽക്കരിച്ച് കാര്യം പ്രസന്റ് ചെയ്യുന്നതിനുള്ള ഒരു അസാമാന്യമായ കഴിവ് അശ്വ സാറിനുണ്ട്. അതില് അത് കൂടുതലും അത് കൂടുതൽ എന്താ പറയാ തേച്ചു മിനിക്കാനുള്ള ആളുടെ ഒരു ശ്രമവും കാണുമ്പോഴാണ് നമുക്ക് അത് ഞാൻ കൂടുതൽ പറയുന്നില്ല. കാരണം അതൊരു മോട്ടിവേഷനായിട്ട് എനിക്ക് വരികയാണ്. അപ്പൊ ഞാൻ സത്യത്തില് എനിക്കും ടാർഗറ്റ്സ് ഉണ്ട്, ലക്ഷ്യങ്ങളും ഉണ്ട്. ഞാൻ അതിൽ ഏറ്റവും കുറച്ചു കാലം കണ്ട കാര്യങ്ങൾ 10-20 വർഷമൊക്കെ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ഇനിയുള്ള സമയം എന്ന് പറഞ്ഞാല് ഞാൻ ഈ പറഞ്ഞ പോലെ സാറ് പറയുന്ന പോലെ 1 വർഷം കൊണ്ട് നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്കൊരു അമിത ആത്മവിശ്വാസം ഉണ്ടാവും. പക്ഷെ ഒരു 10 വർഷം കൊണ്ട് നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വളരെ എന്താ പറയാ ഒരു ഡിസ്കൗണ്ടഡ് ആയിട്ട് നമ്മളെ കാണുക. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അത്. അപ്പൊ ലോങ് ടൈമില് ഈ പറഞ്ഞ ആറ്റോമിക് ഹാബിറ്റ്സും ഈ പറഞ്ഞ പോലെ നമ്മൾ വായിച്ച് കഴിഞ്ഞതാണ്. അപ്പൊ അതിന്റെ ഒക്കെ വളരെ ഇമ്പാക്റ്റ് ആണ്. ഈ പറഞ്ഞ പോലെ ഗോൾസിലല്ല, അത് പ്രോസസ്സിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതുപോലെ ഒരു പ്രോസസ്സിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് മറ്റുള്ള ഒരു സിസ്റ്റത്തിൽ തന്നെ ഇരുന്ന് ആ സിസ്റ്റത്തില് ഒരു എന്താ പറയാ ഈ ബാംബുവിന്റെ കഥ പറഞ്ഞ പോലെ നമ്മള് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സാറിന്റെ കൂടെ ഇരുന്ന അല്ലെങ്കിൽ IPTV എന്താ പറയാ ഇന്റർനാഷണൽ പ്രൊഫഷണൽ ടൈം അത് കണ്ടപ്പോഴും ഇതൊക്കെ ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താ വെച്ചാല് ഞാനിപ്പോ ഒരു ലേണിംഗ് സ്റ്റേജിലാണ്. ആ ലേണിംഗ് സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രാക്ടിക്കൽ സ്റ്റേജിലേക്ക് ഇറങ്ങും. അപ്പൊ അതുവരെ ഇതൊക്കെ കണ്ടുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യാതെ. അപ്പൊ അതുകൊണ്ട് അതിന് നോയ്സ് ഇല്ലാതെ പ്രോസസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ അതിലേക്ക് ഈ വിഷയം 2 കാര്യമാണ്. ഒന്ന്, വാസ്തു സാർ എടുക്കുന്നത് എങ്ങനെയാണെന്നും കാര്യങ്ങൾ എന്താണെന്നുള്ളതും ഞാൻ ഒരു 10 മാസത്തോളമായിട്ട് സാറ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തൊരു ഗൂഗിൾ മാപ്പിന്റെ എന്തൊരു പ്രസന്റേഷൻ ടോട്ട്സിൽ കണ്ടപ്പോഴാണ് ഞാൻ വന്നത്. ഗൂഗിൾ മാപ്പോ അങ്ങനെ എന്തൊരു അതില് നമുക്ക് നിയറസ്റ്റ് അട്രാക്ഷൻസ് എങ്ങനെ കണ്ടുപിടിക്കാന്നൊക്കെ. അതെ അതിന്റെ ഒരു പോസ്റ്റർ കാണാം. അത് ക്ലാസ് കണ്ടിട്ടില്ല, അതിന്റെ പോസ്റ്റർ കണ്ടതിന് ശേഷമാണ് ഞാൻ കണ്ടു തുടങ്ങിയത്. അപ്പൊ എനിക്ക് അത് വളരെ ഇഷ്ടപ്പെട്ടു. അതിന് ശേഷം ഈ സെഷനും അതുപോലെ തന്നെ നല്ല രീതിയിൽ അപഗ്രഥിക്കുന്നുണ്ട്. മാത്രല്ല അത് കോണ്ടന്റ്സ് എന്താ പറയാ അപ്ഡേറ്റ് ചെയ്യാനും സാറിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു ശ്രമവും ആ കേസിന്റെ ഒരു ലക്ഷണം സാറിൽ കാണുന്നുണ്ട്. അപ്പൊ അതാണ് എന്നെ കൂടുതൽ ഉത്തേജിപ്പിക്കുന്നതും മോട്ടിവേറ്റ് ചെയ്യുന്നതും. ഓക്കെ, താങ്ക് യു ഫോർ യുവർ മോട്ടിവേഷൻ. ഓക്കെ, ഓവർ ടു ബൈ സാർ. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. അവസരം സാർ.
Okay. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലേ ഈ കോഴിക്കോട് പോയപ്പോ കുറെ പുസ്തകങ്ങൾ കണ്ട് രണ്ടു മൂന്നെണ്ണമൊക്കെ വാങ്ങി. അപ്പൊ എന്നാലും ഇങ്ങനെ എടുത്ത് മറിച്ച് നോക്കി വാങ്ങണമെന്ന് വിചാരിച്ച് നിന്നൊരു പുസ്തകമാണ്. അപ്പൊ ഇന്ന് യാദൃശ്യമായിട്ട് ഈ പുസ്തകത്തിന്റെ റിവ്യൂ കണ്ടപ്പം അതുകൊണ്ട് ഇത് എന്താണ് എന്ന് അറിയാനുള്ള ഒരു ജിജ്ഞാസ. അതുകൊണ്ടാണ് ഞാനിത് കണ്ടപ്പോൾ പെട്ടെന്ന് ഇതിനകത്തേക്ക് കയറാനുള്ള കാരണം. പിന്നെ കൗശിക് സാറിന്റെ കുറെ ക്ലാസ്സുകളൊക്കെ ഞാൻ ഇതിനു മുന്നേ കേട്ടിട്ടുണ്ട്. ഷൊർണൂരിലത്തെ പ്രോഗ്രാം ഞാൻ അറ്റൻഡ് ചെയ്തതാണ്. അപ്പൊ സാറിന്റെ ശൈലിയെ പറ്റിയൊക്കെ ഒരു ധാരണയുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് സാറ് പ്രസന്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു. അതായത് വളരെ ഭംഗിയായി സാർ അത് വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ സാർ ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. സാറ് എന്താ പറയാ, ഈ 7 പോയിന്റ് നമുക്ക് ഇനിയിപ്പോൾ അത് വായിക്കുമ്പോൾ വളരെ പെട്ടെന്നത് അതിന്റെ എല്ലാ പോയിന്റുകളും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന രൂപത്തിൽ ഒരു ബ്രീഫിംഗ് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. സാറിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു നല്ല ട്രെയിനറായിട്ട് സാറിന് മാറാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സാറ് തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ വളരെ നേരത്തെ കൈസൺ പ്രാക്ടീസ് പറഞ്ഞതുപോലെ നിരന്തരം ഇംപ്രൂവ് ചെയ്ത് ഇങ്ങനെ വാളിങ്ങനെ തേച്ച് മിനുക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ ചെറിയ ഒരു ഗ്രൂപ്പാണ് എങ്കിൽ പോലും ഒരു വൈമനസ്യം കൂടാതെ സാർ അത് ഭംഗിയായിട്ട് അവതരിപ്പിക്കാനായിട്ടും സാറ് ശ്രമിച്ചിട്ടുണ്ട്. സാർ ആ ഏറ്റെടുക്കുന്ന ദൗത്യത്തോടുള്ള ഉത്തരവാദിത്വമാണ് അതിൽ നിന്നും മനസ്സിലാവുന്നത്. എന്തായാലും സാറിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. Thank you also, sir. Thank you, sir. Thank you, sir. സുധീർ സാർ ഉണ്ടോ? സുധീർ സാർ, സായി പ്രകാശ് സാർ. ഞാൻ പറയാം. ഓക്കെ, ആ, കൗശിക് സാറെ അതിഗംഭീരായിട്ടുണ്ട് കേട്ടോ. കാരണം സാറിന്റെ പണ്ടുള്ള സെഷനേക്കാൾ ഒരുപാട് മാറ്റം സാറിൽ ഞാൻ ഇപ്പൊ അങ്ങനെ കാണുന്നുണ്ട്. കാരണം വെച്ചാല് അങ്ങനെ പറയല്ല, പിന്നെ ഒരു കണ്ടന്റ് റിച്ച് ആയിട്ടുണ്ട്. വളരെ കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് അത് വളരെ ഒരു എക്സാമ്പിൾ സഹിതം കഥ സഹിതം പറയുമ്പോൾ നമുക്കെല്ലാം അങ്ങ് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ലൊരു രീതിയാണ് സാറ്, അപ്രോച്ചാണ് സാറ് സ്വീകരിച്ചത്. അപ്പൊ നേരത്തെ പറഞ്ഞതിലോട്ട് കുറച്ച് പേരായിട്ട് ആണെങ്കിലും നമ്മുടെ ആൻഡോമൈക്കിൾ സാറൊക്കെ പറയാറുണ്ട്, ഒരിക്കലും സാറ് ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ്സിന് പോയിട്ട് 2 പേരാണ് വന്നത്. അപ്പോൾ ആൻഡോമൈക്കിൾ സാർ ചോദിച്ച പോലെ ഈ സാറെ സാറിന് എങ്ങനെയാ ഫീൽ ചെയ്യുന്നത് 2 പേരെ കൊണ്ട്? അപ്പം പറഞ്ഞു സാറെ ഗുരു പറഞ്ഞെന്ന് വെച്ചാല് ദിസ് ഈസ് ദ പ്രോസ്പെറസ് ബാച്ച് എന്ന് പറഞ്ഞത്. കാരണം നിങ്ങൾക്ക് എന്ത് സംശയവും ചോദിക്കാം. അപ്പം നിങ്ങൾ ഭാഗ്യം സിദ്ധിച്ച ഒരു ഗ്രൂപ്പാണെന്ന് പറഞ്ഞത്. അതുപോലെ സാറിന്റെ ഈ ഒരു അപ്രോച്ച് വളരെ സ്വീകാര്യമാണ്. ഓൾ ദി ബെസ്റ്റ് സാർ. ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. കീപ് ഇറ്റ് അപ്പ് ഗോയിങ് ഓൺ. താങ്ക് യു. Thank you, Sai Prakash. Thanks so much. താങ്ക് യു സാർ. സുധീർ സാർ ഉണ്ടോ? സുധീർ സാർ. ഹലോ. സുധീർ. ഞാൻ ഇടയിലടിയിൽ എനിക്ക് സിഗ്നലിന്റെ ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു, അപ്പൊ കട്ടായിക്കൊണ്ടിരുന്നു. എന്നിരുന്നാലും കൗശിക് സാറിന്റെ എല്ലാ ക്ലാസ്സുകളും ഞാൻ സാധാരണ കേൾക്കുന്നതാണ്. വളരെ നന്നായിട്ട് അവതരിപ്പിച്ചു. 7 പോയിന്റുകളും കൃത്യമായിട്ട് കഥകളിലൂടെയും കാര്യങ്ങളും പറഞ്ഞു. നന്ദി. ഓക്കെ, Thank you, sir. ആശിഷ് സാർ, സുധീർ സാർ ഒരു എഴുത്തുകാരനും കൂടിയാണ്. സുധീർ സാറിന്റെ ബുക്കാണ് നമുക്ക് ആ പോസിറ്റീവ് കമ്മ്യൂണിറ്റി ഫൈനൽ മത്സരത്തിൽ കിട്ടിയിരുന്നില്ലേ? അത് സുധീർ സാറിന്റെ എഴുതിയ ബുക്കാണ്. സുധീർ സാർ ഒരു എഴുത്തുകാരനും കൂടിയാണ്, നന്നായിട്ട് ഒക്കെ എഴുതാറുണ്ടായിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു സുധീർ സാർ. സുധീർ സാറിന്റെ ഒരു ബുക്ക് റിവ്യൂ, സാറിന്റെ ഒരു ബുക്കിനെ പറ്റിയിട്ടുള്ള എഴുതിയ ബുക്കിനെ പറ്റിയുള്ള ഒരു റിവ്യൂ ഉണ്ട്. സാറിന്റെ ഒരു ടൈമിന്റെ ഒരു ഇതുകൊണ്ടാണ്. അടിപൊളി പുസ്തകമാണ്. പിന്നെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ വാങ്ങി വായിച്ചിട്ടുള്ള നല്ല പുസ്തകം. പയ്യന്നൂർ പോസിറ്റീവ് കമ്മ്യൂണിറ്റി ഒരു മെമ്പറും കൂടിയാണ്. ഓക്കെ. ഏതായിരുന്നു സബ്ജക്ട്? എന്തായിരുന്നു സാറിന്റെ ഒരു അനുഭവ കഥയാണ് സാറ് പറയുന്നത്. കോവിഡ് സമയത്താണ് സാർ അത് എഴുതി പൂർത്തിയാക്കിയത്. തിരിഞ്ഞു നോക്കുമ്പോൾ ഉള്ളത് നല്ലൊരു ആത്മകഥാംശം എല്ലാം ഉള്ള നല്ല അടിപൊളി പുസ്തകം. ഓക്കെ സർ, താങ്ക്സ്. ഓക്കെ, മിനിമോൾ മാം സംസാരിക്കാൻ പറ്റുമോ? എന്റെ ഫ്രണ്ടാണ്. അതെയോ? ഓക്കെ. അപ്പോ അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു സംസാരിക്കുന്നുണ്ടാവും. ഇല്ല, ഞാന് ആദ്യമായിട്ടാണ് ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ ഓസ്റ്റിൻ ഒരു ഓൾമോസ്റ്റ് 25 years ആയിട്ട് എന്റെ ബെസ്റ്റിയാണ്, ഏറ്റവും അടുത്തുള്ള ഫ്രണ്ടാണ്. അപ്പോ ആളെപ്പോഴും പറയും ഇങ്ങനെ കുറെ സെഷൻസ് ഉണ്ട്, ട്രെയിനിങ് ഉണ്ട്, അറ്റൻഡ് ചെയ്യാനൊക്കെ പറയും. അപ്പൊ ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയതാണ് എന്താണ് ഇതെന്ന് അറിയാൻ വേണ്ടി. എന്തായാലും ഞാൻ വിചാരിച്ചേക്കാളും വളരെ ഭംഗിയായിട്ട് ഓസ്റ്റിൻ അവതരിപ്പിച്ചു. കാരണം
എന്റെ മുന്നിലുള്ള ഹോസ്റ്റിന്റെ ഒരു ഇമേജ് ഇതല്ല. സോ എന്തായാലും അതെ, വളരെ സിമ്പിൾ ആയിട്ടും വളരെ നന്നായിട്ട് മനസ്സിലാവുന്ന രീതിയിലും ഒക്കെ അവതരിപ്പിച്ചു. എന്തായാലും എനിക്ക് സന്തോഷമായി. ഇത്രയ്ക്കധികം കഴിവ് ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു ഹോസ്റ്റ്. നിങ്ങളൊക്കെ വിചാരിക്കും ഞാൻ പറഞ്ഞ തള്ളാണ്. ഇല്ല. ഞാൻ പറഞ്ഞു ഞാനങ്ങനെ പറയാറില്ല, നീ Response വെറും ഇല്ലേ? കള്ളാണ് എന്ന് പറയാറില്ല. അപ്പൊ അതിന് വ്യത്യസ്തമായിട്ട് ഒരു ഞങ്ങൾ അനുഭവമായി ഡിപ്ലോമയ്ക്ക് എന്തായാലും. പഠിച്ചതാണ്. അപ്പൊ ഞാനിങ്ങനെ അവിടെ പോയി നമ്മൾക്ക് ഒരു ട്രെയിനറുടെ മുഖം നമ്മൾ ഒരിക്കലും നമ്മുടെ നാട്ടിലോ ഫ്രണ്ട്സിന്റെ അടുത്ത് കൊടുക്കാറില്ല. ഞാൻ അങ്ങനെ കാണിക്കാറേ ഇല്ല. അപ്പൊ ഈ പറഞ്ഞ ഡയലോഗ് അല്ല അവള് പറഞ്ഞത്. ഇവള് പറഞ്ഞു, നിന്റെ ഒരു ആഴ്ച നീ വലിയ വർത്താനൊക്കെ പറയുന്നുണ്ടോ, അവിടെ ഞാൻ കണ്ടോക്കട്ടെ. അങ്ങനെയാണ് അവള് പറഞ്ഞത്. അപ്പൊ ഞാൻ ഇന്ന് ലിങ്ക് അയച്ചു കൊടുത്തത്. എന്ന് വേറെ 3 പേരും കൂടി കയറിണ്ടായിരുന്നു. അത് പിന്നെ നമ്മുടെ ജൂനിയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന 2 സ്റ്റാഫും അവർ കയറിണ്ടായിരുന്നു. ഒരു നെസ്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പിന്നെ എനിക്ക് ക്ലാസ് കഴിഞ്ഞപ്പോ ഇറങ്ങി തോന്നുന്നു. എനിവേ താങ്ക്സ് മിനി ഫോർ കമ്മിങ്. എന്തായാലും നല്ല സെഷൻ ആയിരുന്നു. എല്ലാരും നന്നായി എന്താ പറയാ, എല്ലാവരുടെ അപ്രിസിയേഷനും എല്ലാ പാർട്ടിസിപ്പേഷനും പിന്നെ ഓസ്റ്റിന്റെ എല്ലാ എന്താ പറയാ അവതരിപ്പിച്ച രീതിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ഇത്രയൊക്കെ മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ എന്നെയൊക്കെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തൂടെ? ഇവളുടെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞത്. ഒരുത്തി പറഞ്ഞില്ലേ അങ്ങനെ പറയാൻ വേണ്ടിട്ടാണ് ചോദിച്ചത്, എന്നെ പറ്റിയാണ് പറഞ്ഞത്. സാറേ നമുക്കിത് ഞാനിത് പറഞ്ഞത് ഇങ്ങനെ ഒരു വ്യവസായത്തിന്റെ സൈഡിൽ ഇങ്ങനെ നടക്കണ്ടോന്ന് അറിയണത് ഒരു ഏകദേശം ഒരു 1.5 വർഷം മുന്നാണല്ലോ കാണുമ്പോഴേ. അപ്പൊ ഇത് കേട്ടിട്ട് നമുക്കിത് ഇഷ്ടപ്പെടല്ലോ. ഒരു തവണ കേൾക്കുമ്പോ എന്ത് പ്രാന്താണ് ആൾ പറയണമെന്നല്ല പെട്ടെന്ന് ഇങ്ങനെ തോന്നുന്നു പറയാണ്. നമ്മളത് ഒരാഴ്ച നമ്മളിതില് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന്റെ ഒരു സ്പിരിറ്റ് കിട്ടും. നമ്മൾ മോട്ടിവേറ്റഡ് ആവേണ്ട ആളാണെങ്കിൽ മോട്ടിവേറ്റഡ് ആയി പോകും. അത് പക്ഷേ ശ്രീകുമാർ സാർ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. ഒരു പരിശ്രമം എന്ന് പറയുന്ന സംഭവം ഭയങ്കര സംഭവമാണ്. കാരണം നന്നായിട്ട് വർക്ക് ചെയ്യൂലേ ഒരു സെഷന് വേണ്ടിയിട്ട്, നന്നായിട്ട് എഫേർട്ട് എടുത്ത ഒരുപാട് വായനയും. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു ബുക്ക് മങ്കൂസ് വേൾഡ് ഫെറാറി ഇപ്പൊ നമ്മൾ വായിച്ചാൽ ചിലപ്പോ അങ്ങനെ ഒരു വ്യൂ ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. പക്ഷെ പുള്ളിനെ വളരെ മനോഹരമായിട്ട് പിന്നെ നന്നായി ചെയ്തു തന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. കാരണം അന്നടയ്ക്ക് ഈ ബുക്ക് ഉണ്ട്. ആസിൻ സാർ വിവരിക്കുമ്പോൾ ആ ബുക്കിന്റെ ആഴും അത് പരപ്പൊക്കെ നമുക്ക് മനസ്സിലാവും. ഒരുപാട് സന്തോഷം. കാരണം സാറിന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഞാൻ സാറിനെ വിളിച്ചത്. ഈ ഒരു ബുക്ക് പവർ ഓഫ് ലവ് ഇതൊക്കെ എന്താന്ന് വെച്ചാല് ഒറ്റയടിക്ക് വായിച്ചാൽ മനസ്സിലാവാത്ത ഒരു ബുക്കാണ്. ഒരു ലളിതമല്ല ഈ പുസ്തകം. പക്ഷെ സാറിന്റെ ഇതിൽ നമുക്ക് തോന്നും നമ്മൾ വായിച്ച കുറെ ടഫുള്ള ഒരു ബുക്കാണ്. പക്ഷെ സാറ് നല്ല സിമ്പിൾ ആയിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കണ്ടന്റ്സ് കംപ്ലീറ്റ് ചോർന്നു പോകാത്ത വിധത്തില് ഇത് ഞാൻ വേറെ ആളെടുക്കുന്നത് കുറെ കേട്ടിട്ടുണ്ട്. ഞാനത് ആസിൻ സാറോട് പിന്നെ ഞാൻ 6:30 കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ സാറോട് തന്നെ പറഞ്ഞു, സാറിന്റെ ഇത് എടുക്കണം. കാരണം പുള്ളി ഇതിനെ പറ്റിയിട്ട് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്. ഈ ബുക്ക് സൂക്ഷിച്ചു വേണം ചെയ്യാൻ. കാരണം റോബിൻ ശർമ്മയുടെ മറ്റുള്ള ബുക്കുകൾ പോലെയല്ല, ഇത് കുറച്ച് ടഫാണ്. അതിന്റെ ആശയങ്ങൾ ആദ്യം കാരണം എല്ലാവരും സിംബോളിക് ആയിട്ടാണ് പുള്ളി പറയുന്നത്. ഒരുപാട് സന്തോഷം. നമസ്കാരം. നാളെ ഇതൊരു 4 പോയിന്റ് വെച്ച് ഹൗ ടു ബിൽഡ് മൊമെന്റ് എന്നുള്ള ഒരു ടോപ്പിക് എടുക്കുന്നുണ്ട് 6:30 കോഴ്സില്. അല്ല ഞാൻ വരച്ചാല് ഈ പറഞ്ഞ നമുക്കതൊരു പാഷൻ ഉള്ളതുകൊണ്ടാണ് പിന്നിപ്പോ ഞാനിവിടെ ഇരിക്കുന്നുണ്ട്. ഞാനിപ്പോ എത്രയാ 9 മണിയായി. 1 മണിക്കൂർ പോയി. അല്ല ഞാൻ ആസ്റ്റിൻ സാർ തുടങ്ങുമ്പോ ഞാൻ വിചാരിച്ച ഒരു 1/2 മണിക്കൂർ കൊണ്ട് തീർക്കുന്നതായിരിക്കും സാധിച്ചത്. പക്ഷെ സാറേ കാരണം ഒന്നാമത് ഒരു ട്രെയിനിങ് കഴിഞ്ഞ് വന്നു. അല്ല ഞാൻ 2 മണിക്ക് എഴുന്നേറ്റതാ. ഇന്ന് വെളുപ്പിന് 2 മണിക്ക് എഴുന്നേറ്റതാ. കാര്യം നേവൽ ബേസിൽ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പൊ 2 മണിക്ക് അതിന് പ്രിപ്പയർ ചെയ്യണമായിരുന്നു. കാര്യം അത് സീനിയേഴ്സ് ഗ്രൂപ്പാണ്. അപ്പൊ അത് കഴിഞ്ഞ് എനിക്കൊരു 10 to 4 കണ്ടിന്യൂസ് ക്ലാസ് ആയിരുന്നു. ഞാൻ ഒറ്റ ട്രെയിനറേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് നേരെ ഇവിടെ വന്ന് 7 മണി വീട്ടിൽ വന്ന് കയറിയപ്പോഴും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമുക്ക് ക്ഷീണം തോന്നാത്തതും പ്രശ്നമൊന്നും തോന്നാത്തതിന്റെ കാര്യം ഇത് നമുക്ക് ഇഷ്ടമുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് പറ്റൂല. നമ്മൾ വിചാരിക്കും ഇന്ന് വെളുപ്പിന് 2 മണിക്ക് എഴുന്നേറ്റ് ഇതുവരെ ഉറക്കം വന്നല്ലേ. പക്ഷെ ഈ സെഷൻ കഴിഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥനയ്ക്ക് 2 മിനിറ്റ് ഇരുന്ന് ഞാൻ ഇപ്പൊ ഉറങ്ങും. എന്തായാലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ്. കാര്യം ഞാനിപ്പോ ശ്രീകുമാരൊക്കെ പറയും. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ശ്രീകുമാരൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഏരിയാസ് ഉണ്ടെങ്കിൽ ശ്രീകുമാർ പറഞ്ഞുതരും. അതിന് ജൂനിയർ സീനിയർ ഒന്നുമില്ല. അപ്പൊ ഞാൻ അങ്ങനെയുള്ള ആൾക്കാരെയും നമ്മൾ വെറുതെ ഇങ്ങനെ ആസ്റ്റിൻ സാറിനെ പോലെ തന്നെ ഞാൻ കാണുന്നത് ശ്രീകുമാർ സാർ. കാരണം ഈ ഇംഗ്ലീഷ് സെഷനൊക്കെ ഞാനൊക്കെ പലപ്പോഴും സ്കിപ്പ് ആകുമ്പോൾ ഇതുണ്ടല്ലോ നമ്മൾ പറയുന്നത് അത് ഭയങ്കരമായിട്ട് ശ്രീകുമാർ സാർ കീപ്പ് ചെയ്യുന്നുണ്ട്. കാരണം എവിടെയും എത്തണം എന്നുള്ള
നമ്മളൊക്കെ ഈ ഉറക്കം അതൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ ശ്രീകുമാർ സാറിന്റെ സ്പാർക്ക് ഉണ്ട് ഭയങ്കര spark ആ. ട്രെയിനിങ് കൊണ്ടുണ്ട്. കാരണം ഇപ്പൊ പുള്ളി പറഞ്ഞതും നമ്മൾ വെറുതെ പറയുന്നില്ല. പുള്ളി പറഞ്ഞതാ ഞാനിപ്പോ പ്രോസസ്സിലാണ്, അത് ഇത്ര ഞാനൊക്കെ സംസാരിച്ചപ്പോൾ ഇത്ര സെഷൻ എടുക്കണം, അത് കഴിഞ്ഞ് പുറത്ത് സെഷൻ എടുക്കുള്ളൂ, ഇതെല്ലാം ഡിസിപ്ലിൻ അതൊക്കെ ചേർന്ന വ്യക്തിത്വമാണ്. അല്ല, പുള്ളി ഇപ്പോഴും പറയും ഞാനായിട്ട് കോമ്പറ്റ് ചെയ്തോണ്ടിരിക്കാന്ന് പറയും. സത്യത്തിൽ ഞാനൊരു കോമ്പറ്റീഷൻ ബോർഡിൽ പോകുന്നതല്ല, ഞാൻ റൂബി മാം ക്ലാസ്സിലെ ആളിലാണ് പുള്ളിക്ക് ഓസ്റ്റിൻ സാറെ ഒരു രക്ഷയിലുള്ള ആളെടുക്കുന്ന പറയും. അപ്പൊ നമ്മൾ പോയി എടുക്കും. ഇപ്പൊ സാറിനെ വിളിക്കണില്ലല്ലോ. നമുക്ക് രണ്ട് കാര്യം, ഒന്ന് ഞാൻ കൂടുതൽ ചെയ്യണം, അല്ലെങ്കിൽ സാറ് കുറച്ച് സാറിന്റെ ഗ്രോത്ത്. ഇപ്പൊ റൂബി മാം ശ്രീകുമാറിനെ വിളിക്കണേ, എപ്പൊ പറഞ്ഞത് ചെയ്യാൻ റെഡിയാണല്ലോ. ഞാൻ രണ്ടെണ്ണം സ്കിപ്പ് ചെയ്തു. അല്ല ഇപ്പൊ അവര് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞ ഉടനെ ടോപ്പിക് അയച്ചു കൊടുക്ക അപ്പൊ തന്നെ ആ നിമിഷത്തില് ഒഴിവുണ്ടോന്ന് ചോദിച്ചു. അല്ല അതൊക്കെ അത്ഭുതമാണ്. ശ്രീകുമാർ സാറിന്റെ ടോപ്പിക്കാണ് ഇത്, ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. അപാരമായ സംഭവം. അല്ല, ഇതില് വേറെ പ്രത്യേകമൊന്നുമില്ല. രാവിലെ ഒഴിവുള്ള സമയത്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം ഇപ്പൊ ഇതല്ലോ. ബാക്കി നമുക്ക് വൈകിട്ടൊന്നും തീരെ പറ്റില്ല. അല്ല, ഇതിന്റെ വലിയ ഗുണം എന്നറിയോ ബൈജു സാറേ, ഇപ്പൊ 6:30 വെബിനാറിൽ നമ്മൾ പറയുമ്പോൾ ഫ്രീ ആയിട്ട് എടുത്തിരിക്കുന്നത്. പക്ഷെ ഐ ഹാവ് കംപ്ലീറ്റ് ഓൾമോസ്റ്റ് 56 സെഷൻസ് ഓൺലി ഓൺ 6:30. ഈ 55 ഡിഫറെന്റ് ടോപ്പിക് എടുത്താണ്. അപ്പൊ ഞാൻ എന്നോട് തന്നെ എടുത്ത ഡിസിഷൻ വെച്ചാൽ 6:30 എടുക്കുന്നുണ്ടെങ്കിൽ എടുത്തെടുക്കൂല എന്നുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ എവിടെ പോയി വേണമെങ്കിലും വേറെ എടുക്കും. പക്ഷെ 6:30 എടുക്കുമ്പോൾ ഒരു പുതിയ ടോപ്പിക് കൊണ്ടുവരുന്നുള്ളൊരു ഇതായിരുന്നു. ഇപ്പൊ റൂബി മാം വിളിക്കാറുമില്ല, ഞാൻ അങ്ങോട്ട് പോയി ചോദിക്കാറുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ ഇപ്പൊ ബൈജു സാർ വിളിച്ചു, നമ്മൾ വന്നു. അതുപോലെ 6:30 പഠിക്കാൻ തുടങ്ങിയത് ഞാൻ എടുത്തതന്നെ എടുക്കാൻ തുടങ്ങി. ബൈജു സാർ ഒന്ന് മാറ്റി പിടിക്കണം. ഹാബിറ്റും മാത്രമായിട്ട് വന്നു കഴിഞ്ഞാൽ ഹാബിറ്റ്, ഫൈനാൻസ് അതെല്ലാം മാറ്റണം. പക്ഷെ സൈക്കോളജി റിലേറ്റഡ് അത് നമുക്ക് ഡീപ്പായിട്ട് പറയാൻ പറ്റും. ഞാൻ ഇങ്ങനെ വെറൈറ്റി പിടിച്ച് നമ്മള് ഒരുവിധപ്പെട്ട എല്ലാരും പരീക്ഷിച്ചു. സാറിന് ഇനി വെറൈറ്റി പിടിക്കാം. അല്ല, ഇനിയും പറഞ്ഞ വേറെ വെറൈറ്റി പിടിക്കും നമ്മള്. ഞാൻ ഏറ്റവും വലിയ ബൈജു സാർ കണ്ടോന്ന് അറിയില്ല, ഏറ്റവും വലിയ സാഹസം ചെയ്തു. ഞാൻ എഴുതിയ കവിതകൾ വെച്ചിട്ട് ഞാൻ ഒരു സെഷൻ ചെയ്തു. ഞാൻ എഴുതിയ കവിതകള് മറ്റേ വയലാറിന്റെയും ശരത്ചന്ദ്രന്റെയും കവിത ഒന്നുമല്ല, ഞാൻ എഴുതിയ കവിതകൾ വെച്ചിട്ട് ഞാൻ ഒരു സെഷൻ ചെയ്തു, കവിത എന്ന് പറഞ്ഞിട്ട്. പിന്നെ KGF വെച്ച് ചെയ്തു. എന്തായാലും 9 മണി സാറേ, നമുക്ക് നിർത്താം. അപ്പം ഇനി താങ്ക് യു, നേരിട്ട് വിളിക്കാം. താങ്ക് യു. അപ്പൊ